ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. KRLCPC എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ ശക്തമായ നേതൃത്വത്തിൽ വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി 12 റോമൻ കാത്തലിക് രൂപതകളിൽ നിന്നുള്ള 380 അംഗങ്ങളെ 19 ഗ്രൂപ്പുകളാക്കി പരിശീലനം നേടിയ 40 ആനിമേറ്റർമാരുടെയും 10 കോർഡിനേറ്റർമാരുടെയും 4 ചീഫ് കോർഡിനേറ്റർമാരുടെയും മാർഗനിർദ്ദേശത്തിൽ നടക്കുന്ന രണ്ടാം ഘട്ട നേതൃത്വ പ്രസംഗ പരിശീലനത്തിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് ഈ അഭിമാന യാത്രയുടെ ഭാഗങ്ങളായ നിങ്ങൾ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒരു ദിവസം ഞാൻ ദൈവത്തോട് ചോദിച്ചു, എല്ലാം നീ മുമ്പേ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എന്തിന് പ്രാർത്ഥിക്കണം? ദൈവം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ടാകാം. ഏതോ ടെക്നിക്കൽ ഇഷ്യൂ വന്നിട്ടുണ്ടല്ലോ. ജേക്കബ് മാർട്ടിൻ കേൾക്കുന്നില്ലല്ലോ. ഫോൺ എന്തോ പറ്റിയിട്ടുണ്ട് ജേക്കബ് മാർട്ടിന്റെ. ഹലോ. ഒരു ദിവസം ഞാൻ ദൈവത്തോട് ചോദിച്ചു, എല്ലാം നീ മുൻപേ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എന്തിന് പ്രാർത്ഥിക്കണം? ദൈവം പുഞ്ചിരിച്ചു പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ടാവാം. പക്ഷേ അതിനെ എങ്ങനെ നേരിടണം, എങ്ങനെ തരണം ചെയ്യണം എന്നത് നിന്റെ ഹൃദയമാണ് തീരുമാനിക്കുന്നത്. ഞാൻ വീണ്ടും ചോദിച്ചു, അപ്പോൾ പ്രാർത്ഥന? ദൈവം പറഞ്ഞു, പ്രാർത്ഥന എന്റെ തീരുമാനം മാറ്റാൻ വേണ്ടിയല്ല, നിന്നെ മാറ്റാനാണ്. നിന്റെ മനസ്സിൽ ധൈര്യം നിറയാൻ, നിന്റെ കണ്ണുകളിൽ പ്രതീക്ഷ നിലനിൽക്കാൻ, വഴികൾ അടഞ്ഞാലും നീ തളരാതിരിക്കാനാണ് പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ വിജയത്തിലേക്കുള്ള നമ്മുടെ ഈ യാത്രയിൽ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ശ്രീമതി മേരി ജാസ്മിനെ ഇന്നത്തെ ക്ലാസ്സിൽ തുടക്കത്തിലേക്കായി പ്രാർത്ഥനയ്ക്കായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പരമപിതാവായ ദൈവമേ, ഇന്നത്തെ ഈ സുന്ദരമായ വേളയിൽ ഞങ്ങൾ എല്ലാവരും നിന്റെ സന്നിധിയിൽ ഒന്നിച്ചു കൂടുന്നു. ഞങ്ങൾക്ക് ഈ അവസരം നൽകിയതിന് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നയിക്കണമേ. ഈ നേതൃത്വ പ്രസംഗ പരിശീലനത്തിന്റെ ഓരോ ഘട്ടത്തിലും നിന്റെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനവും വിവേകവും ധൈര്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഏകാഗ്രതയും മനസ്സിലാകാനുള്ള കഴിവും നൽകി ഞങ്ങൾ പഠിക്കുന്നതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അനുഗ്രഹിക്കണമേ. ഈ പരിശീലനത്തിന്റെ ക്ലാസുകൾ നയിക്കുന്നവരെയും നേതൃത്വത്തിലുള്ളവരെയും ആനിമേറ്റർമാരെയും കോഓർഡിനേറ്റർമാരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവരുടെ പരിശ്രമങ്ങൾ ഫലവത്താകണമേ. ഈ മീറ്റിംഗിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. എല്ലാ മഹത്വവും ബഹുമാനവും നിനക്കായി അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഗാനം നമുക്ക് ആലപിക്കാം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. നന്ദി ശ്രീമതി മേരി ജാസ്മിൻ. ഒരു സമുദായത്തിന്റെ പുരോഗതിക്ക്
ശക്തമായ നേതൃത്വം ആവശ്യമാണ്. യുക്തിസഹമായും ക്രമമായും ആശയങ്ങൾ സംവേദനം ചെയ്യാൻ കഴിയുന്ന ഒരു നേതൃത്വം നമുക്കുണ്ട് എന്നത് ഏറ്റവും അഭിമാനത്തോടെ നന്ദിയോടെ നാം ഓർക്കേണ്ടതുണ്ട്. ഒരു വലിയ ലക്ഷ്യം മുന്നിൽ കണ്ട് സഭ തുടങ്ങിയ ഈ പരിശീലന പദ്ധതിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുവാൻ ശ്രീമതി മീന ജോഷിയെ ക്ഷണിക്കുന്നു. മീന ജോഷി അൺമ്യൂട്ട് ചെയ്യണേ. ഗ്രിഗറി അച്ഛനുണ്ടോ സാർ ഇന്ന്? ഇല്ല ഇന്നില്ല. ഇല്ല. ഓക്കെ 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 ഓക്കെ. ഒരു മികച്ച പ്രസംഗകൻ എങ്ങനെയായിരിക്കണം, നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് നല്ല രീതിയിൽ എങ്ങനെ എത്തിക്കാമെന്ന് മനസ്സിലാക്കാനാണല്ലോ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഇന്നത്തെ മുഖ്യ അതിഥിയും കീനോട്ട് അഡ്രസ് നൽകുന്ന വ്യക്തിയുമായ ബഹുമാനപ്പെട്ട സിസ്റ്റർ തെരേസ ആലഞ്ചേരിയെ ഈ പരിപാടിയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ഭാഷയെ സംബന്ധിച്ചും പ്രസംഗ കലയെ സംബന്ധിച്ചും സിസ്റ്ററുടെ വിലയേറിയ വാക്കുകൾ വലിയൊരു മുതൽക്കൂട്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. സ്വാഗതം സിസ്റ്റർ. അടുത്തതായി ഈ പ്രോഗ്രാം ഭംഗിയായി കൊണ്ടുപോകുന്ന മാസ്റ്റർ ഓഫ് സെറമണി മിസ്റ്റർ ജേക്കബ് മാർട്ടിൻ ചെറിയാനെ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി അതിമനോഹരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കൂടെയുള്ള കൺക്ലൂഡിംഗ് സ്പീക്കർ ഡോക്ടർ പ്രേമസ് പെരിഞ്ചേരി, വോട്ട് ഓഫ് താങ്ക്സ് അർപ്പിക്കുന്ന സെബാസ്റ്റിൻ, ക്ലോസിംഗ് പ്രെയർ അർപ്പിക്കുന്ന ഷീജ തങ്കു, കൂടാതെ ഗ്രൂപ്പ് 7ലെയും 8ലെയും അംഗങ്ങളെയും മറ്റെല്ലാവരെയും ഒത്തിരിയോടെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഇതൊരു വിലപ്പെട്ട പഠനാനുഭവമാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീമതി മീന ജോഷി. സ്വയം തെളിയിക്കുന്ന വഴികളിലൂടെ നടക്കുന്നവർ ആരെയും ഭയപ്പെടില്ല. സ്വാഭാവികമായ പ്രതിരോധശേഷി അവർ കൈവരിക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ ക്ലാസ് നയിക്കുന്നത് പങ്കെടുക്കുന്ന പലർക്കും സുപരിചിതയായ മഹനീയമായ വ്യക്തിത്വനുടമയായ ശ്രീമതി ഡോക്ടർ മോളിക്കുട്ടി തോമസ്. നാം എല്ലാവരും അവരെ കൂടുതൽ അറിയപ്പെടുന്ന റവറൻഡ് സിസ്റ്റർ തെരേസ ആലഞ്ചേരി എന്നാണ്. പൊതുപ്രഭാഷകയും കവയിത്രിയും എഴുത്തുകാരിയും തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ മലയാളം വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറുമാണ് സിസ്റ്റർ തെരേസ ആലഞ്ചേരി. മലയാള ഭാഷയും സാഹിത്യവും എന്ന വിഷയങ്ങളിലായി ബിരുദവും ബിരുദാനന്തര ബിരുദവും എംഫിൽ ബിരുദവും തിയോളജി ഡിപ്ലോമയും നേടിയിട്ടുള്ളവർ സിസ്റ്റർ കുഞ്ഞുണ്ണി കവിതകളിലെ സാമൂഹ്യ മനഃശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി നടത്തിയ ഗവേഷണത്തിന് PhD ബിരുദം നേടി. നിലവിൽ ജേർണലിസം പഠനം തുടരുന്നു. കൂടാതെ പ്രചോദനാത്മകമായും അക്കാദമിക സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ വിവിധ പരിപാടികളിൽ റിസോഴ്സ് പേഴ്സണായും പ്രവർത്തിച്ചു വരുന്നു. പ്രസംഗ കലയിൽ ഭാഷയുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു മുഖ്യ പ്രഭാഷണം നടത്താൻ ബഹുമാനിയായ ഡോക്ടർ സിസ്റ്റർ തെരേസ ആലഞ്ചേരിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും തച്ചന്റെ മകനെ പ്രണയിക്കുന്ന, അതിനായി ജീവിതവും സ്നേഹവും വാത്സല്യവും അധ്യാപന പരിചയവും കൊണ്ട് നമ്മുടെ മനസ്സിൽ കുടിയേറിയ സിസ്റ്ററിനെ ഇന്നത്തെ ക്ലാസ് എടുക്കാൻ നമുക്ക് ലഭിച്ചു എന്നത് വലിയ ഭാഗ്യമായി കരുതുന്നു. സ്നേഹാദരങ്ങളുടെ റവറൻഡ് ഡോക്ടർ തെരേസ ആലഞ്ചേരിയെ മുഖ്യ പ്രഭാഷണത്തിനായി സ്വാഗതം ചെയ്യുന്നു. മാർട്ടിൻ സാറേ, നന്ദി. ഏറ്റവും കേൾക്കാമോ? ഏറ്റവും ഏറ്റവും ആദരണീയരായ മഹത് വ്യക്തിത്വങ്ങളെ പ്രത്യേകിച്ച് ഇതില് ഡോക്ടർ പെരിഞ്ചേരി സാർ ഉണ്ടെന്നറിയുന്നു. പെരിഞ്ചേരി സാറ് എൻ്റെ ഒരു ഗുരുനാഥനാണ്. അദ്ദേഹത്തെ ആദരവോടെ ഓർക്കുന്നു. ഇത് ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോഴോ ക്ലാസ് എടുക്കുമ്പോഴോ കുറിപ്പുകളില്ലാതെ എനിക്ക് ആളുകളുടെ മുഖത്ത് നോക്കിയേ സംസാരിക്കാൻ, അങ്ങനെ മുഖത്ത് നോക്കുമ്പോൾ പറയാനുള്ള വാക്കുകൾ ദൈവം തരുമായിരുന്നു. ഇപ്പൊ എനിക്ക് നോക്കാൻ മുഖങ്ങളില്ല. അതെന്റെ ഒരു കുറവാണ്.
ഒരു ദൗർബല്യമാണ്. അതുകൊണ്ട് എത്രമാത്രം പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓൺലൈനിലുള്ള ഈ ഒരു പ്രോഗ്രാം. ഞാൻ ചെറുതായിട്ടൊരു കടലാസ് കുറിച്ചെടുത്തിട്ടുണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണമെന്ന് വിചാരിച്ച്. കടലാസ് എന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ജയ്സിൻ സാറോട് ചിരിച്ചോണ്ടിരിപ്പുണ്ട്. ഇപ്പൊ ആള് ലൈവ് ഒരാളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എനിക്ക് ആളുകൾ പെരുഞ്ചേരി സാറിന് അറിയാം ആളുകളെ എന്തുമാത്രം എനിക്ക് ആളുകളുടെ എണ്ണം കൂടുകയും ആളുകൾ ലൈവായിട്ടിരിക്കുകയും ചെയ്യുന്നു. അതനുസരിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് പറയാനുള്ള വാക്കുകൾ തരും. ഇത് ഞാൻ ഇങ്ങനൊരു ഓഡിയൻസ് ആയതുകൊണ്ട് എനിക്ക് ദൈവം തരും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മളങ്ങ് ആരംഭിക്കുകയാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷെ ഞാൻ ചെയ്യുന്ന രീതിയിൽ എന്താണെന്നുള്ളത് അവതരിപ്പിക്കുന്നതായിരിക്കും ഇത്രയുടെ ഭംഗിയെന്ന് തോന്നുന്നത്. കാരണം അല്ലാതെ പറയാനായിട്ടുള്ള ഒരു സാഹചര്യം നമുക്കില്ലാത്തത് കൊണ്ട്. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പണത്തേക്കാൾ ഏറ്റവും മൂല്യമുള്ള സമ്പത്ത് എന്ന് പറയുന്നത് ഭാഷയാണ്. ആശയവിനിമയം നടത്താനുള്ള ഭാഷയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അത് സ്വന്തമായിട്ട് നമുക്കുണ്ടായെങ്കിൽ നമുക്ക് എവിടെയും നിലനിൽപ്പുണ്ട് എന്നർത്ഥം. ഏറ്റവും പ്രത്യേകമായി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. മലയാളം എന്ന ഭാഷ നമ്മുടെ മാതൃഭാഷയായതിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ ഭാഷയുടെ സൗന്ദര്യവും അതിന്റെ സാഹിത്യ ഭംഗിയും നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോഴാണ് ഇതെത്രമാത്രം നമ്മൾ നന്ദിയുള്ളവരാകേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ചെറിയ സ്റ്റാറ്റസിൽ ഞാൻ ഇട്ടിരുന്ന ഒരു സെന്റൻസ് ഒന്ന് ഓർമ്മിച്ചെടുക്കാം. ഞാൻ മരിച്ചാൽ 1000 പൂക്കൾ പിടിപ്പിച്ച് ഒരു റീത്തുമായി നീ എന്നരികിൽ വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാൽ അതിലൊരു പൂവെങ്കിലും മരിക്കും മുമ്പ് എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ അതുകൊണ്ട് ഒരു വസന്തം ചമയ്ക്കുമായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മനുഷ്യരെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും നന്ദിയോടും സ്നേഹത്തോടും കൂടി പെരുമാറുകയും ചെയ്യുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാംസ്കാരികവും സാമൂഹികവും ആധ്യാത്മികവും വൈകാരികവും ബൗദ്ധികവുമായ ഉയർച്ചയുടെയും ഉണർവിന്റെയും ഒരു ചെറിയ ടീമാണ് പറഞ്ഞു വെച്ചത്. നമ്മള് പ്രസംഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലളിതവും സുന്ദരവുമായിരിക്കണം. ലളിതവും സുന്ദരവുമായ ഭാഷയിൽ നല്ല ഒഴുക്കോടുകൂടി സംസാരിക്കുമ്പോഴാണ് കേൾവിക്കാർ നമ്മളെ കേട്ടിരിക്കുന്നത്. ഞാനിത് പറയുമ്പോഴും ഒരു ആത്മരോധനം എനിക്കുണ്ട്. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം. നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന വാക്കുകൾ അത് ആണ് സാധാരണ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരുപാട് കടുകട്ടി വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. നമ്മൾ പറയുമ്പോൾ ഓരോന്നും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ എനിക്ക് ഇത് അരമണിക്കൂറാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ അരമണിക്കൂറിൽ ഞാൻ സാധാരണ ദുഃഖവെള്ളിയുടെ പ്രസംഗങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ ഇവിടെ ഇടവകളിൽ വിളിക്കാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ അരമണിക്കൂറായിരിക്കും മലയിൽ ഒരു പ്രസംഗം തരുന്നത്. ഞാൻ 29 മിനിറ്റ് കൊണ്ട് അത് നിർത്തിയിരിക്കും, അല്ലെങ്കിൽ 28. 30 മിനിറ്റ് ആക്കൂല, 30 കവിയേയില്ല. ഇന്ന് 3/4 മണിക്കൂറാണ് തന്നിരിക്കുന്നത്. 40-ന് തുടങ്ങി എനിക്ക് തോന്നുന്നു 8:25 ആകുമ്പം നിർത്തേണ്ടതാണ്. അപ്പോഴാണ് 3/4 മണിക്കൂറാകുന്നത്. എന്നാൽ സാറേ കണക്ക് എനിക്ക് ഇതിന്റെ പരിചയമില്ല. അപ്പോ ഞാൻ പറഞ്ഞത് ആളുകൾ നമ്മളെ കൊണ്ട് മടുക്കാനിട അനുവദിക്കരുത്. പോരാ എന്നുള്ള ചിന്തയിലേക്ക് അവരുടെ മനസ്സിനെ നയിക്കുന്ന തരത്തിൽ നമ്മൾ പ്രസംഗത്തിന് ഒരുങ്ങിപ്പോണം. പ്രസംഗത്തിൽ ഒരുപാട് പുസ്തകം നമ്മൾ അതിനാദ്യം ചെയ്യേണ്ടത്, എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയൊരു വലിയ അനുഗ്രഹം, ഞാൻ തീരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് എനിക്ക് ആങ്ങളമാരിങ്ങനെ വാശിക്ക് കൊണ്ടേ തരും. നിനക്ക് ചുണയുണ്ടെങ്കിൽ വായിക്കാൻ പറയും. അപ്പൊ അവരോടുള്ള വാശിക്ക് ഞാനത് വായിച്ചു തീർക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ നോവല്, ചെറുകഥ, കവിത ഇതൊക്കെ വായിക്കും. പിന്നെ എല്ലാ ദിവസവും പത്രം വായിക്കും. പത്രത്തിന്റെ ആദ്യ ഭാഗം തൊട്ട് അവസാന ഭാഗം വരെ വായിക്കണമെന്നാണ് അപ്പൻ പറഞ്ഞിരിക്കുന്നത്. അത് 4 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നാൽ ഉടനെ 4 മണിക്ക് അത് വായിച്ചിരിക്കണം. അത് മനസ്സിൽ വായിച്ചപ്പോൾ ഉറക്ക വായിക്കണം. ഉറക്ക വായിക്കുമ്പോൾ എനിക്ക് ഇന്ന് അതിന്റെ ഒരു നേട്ടം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മള് നിര്യാതനായി എന്നുള്ള കോളത്തിലെ സ്ഥലനാമങ്ങൾ ഉൾപ്പെടെയാണ് വായിച്ചു പോകുന്നത്. ഇന്ന് ഞാൻ ഉറപ്പാണ് കേരളത്തിലെ ഏത് ജില്ലയിൽ, ഇപ്പൊ നമ്മളിപ്പോ ഒരു മരണ വാർത്ത കൊടുക്കുക, കോട്ടയം എന്ന് കൊടുത്തിട്ട് 2 കുത്തിട്ടിട്ടാണ് പാമ്പാടി എന്ന് എഴുതുന്നത്. അപ്പൊ ഞാൻ വായിക്കുകയാണ് കോട്ടയം പാമ്പാടി എന്ന് വായിച്ചിട്ട് ആ വീട്ടുപേര് വായിച്ച് അല്ലെങ്കിൽ ആ ആളിന്റെ പേര് വായിക്കുമ്പോൾ എന്റെ ബ്രെയിനിൽ തെളിയുന്നത് എന്താണ്?
കോട്ടയത്തുള്ള സ്ഥലമാണ് പാമ്പാടി. കോട്ടയം ജില്ലയിൽ പെടുന്നതാണ് പാമ്പാടി എന്നുള്ളത് നമ്മുടെ കുഞ്ഞു മനസ്സിൽ തെളിയും. ഇനി എറണാകുളം എന്ന് എഴുതി 2 കുത്തിട്ടേച്ചിട്ട് കോതാട് അല്ലെങ്കിൽ വരാപ്പുഴ. അപ്പൊ ഇത് എറണാകുളം ജില്ലയിലുള്ളതാണ് വരാപ്പുഴ അല്ലെങ്കിൽ കോതാട് എന്നുള്ള സ്ഥലം അത് നമ്മുടെ മനസ്സിൽ ബ്രെയിനിൽ നമ്മുടെ കുഞ്ഞുനാളിലെ കോറിയിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും എനിക്ക് ഓരോ സ്ഥലം കേൾക്കുമ്പോൾ ഇത് ഇന്ന ജില്ലയിൽപ്പെട്ടതാണ്, ഇന്ന് അതിന്റെ അടുത്തുള്ള സ്ഥലം ഇതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അത് പറ്റുന്നത് ചെറുപ്പത്തിൽ കിട്ടിയ ഒരു ട്രെയിനിങ് ആണ്. പിന്നെ ഞാൻ ഏറ്റവും പത്രം കിട്ടിയ ആദ്യം വായിക്കുന്ന നിയമസഭയിൽ നിന്നുള്ള വാർത്തയാണ്. അത് ദീപിക പത്രത്തിന്റെ ഇതിലുണ്ട് ഒരു ചെറിയ പിക്ചറോട് കൂടിയത്, തിരുവനന്തപുരത്തെ നിയമസഭയുടെ ഫോട്ടോ ഒക്കെ വെച്ചുള്ളത്. നിയമസഭയിൽ നിന്ന് അത് ഉറക്ക വായിക്കും. പിന്നെ എഡിറ്റോറിയൽ വായിക്കും. അവിടുത്തെ സംഭവ വികാസങ്ങൾ പത്രത്തിലെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ളത് വായിക്കും. സൺഡേ സപ്ലിമെന്റിൽ വരുന്ന ഫ്യൂച്ചറുകൾ വായിക്കും. ഇതെല്ലാം ഉറക്കെയാ വായിക്കുന്നത്, ഒന്നും പതിയെ വായിക്കാറില്ല, മനസ്സിലല്ല വായിക്കുന്നത്. ഉറക്ക വായിക്കുന്നതുകൊണ്ടുള്ള ഗുണം, നമുക്ക് തെറ്റിയാൽ ആരെങ്കിലും പറഞ്ഞു തരാനുണ്ടാവും. അതൊന്ന്. 2, അക്ഷരസ്ഫുടത കിട്ടും. മനസ്സിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര വ്യക്തത ഉണ്ടാവണമെന്നില്ല. മനസ്സിൽ വായിക്കുന്നതല്ലാണ് പഠിക്കാൻ വേണ്ടി, പരീക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിൽ വായിക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മള് വാക്കുകൾ മനഃപാഠമാക്കണമെങ്കിൽ, അത് നന്നായിട്ട് ഉച്ചരിക്കണമെങ്കിൽ നമ്മൾ ഉറക്ക വായിച്ചു പഠിക്കണം. എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പം കൊച്ചുനാളില് നിങ്ങളുടെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുമ്പോഴും അവർക്ക് പറഞ്ഞു കൊടുക്കുക, മലയാളത്തിലെ പുസ്തകങ്ങള് ചെറുപ്പം തൊട്ടേ വായിക്കുക, ദിനപത്രങ്ങൾ വായിക്കുക, നമ്മളുടെ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുക, ബൈബിൾ ഉറക്കെ വായിക്കുക. അപ്പൊ നമുക്ക് ഒരുപാട് ഭാഷ കിട്ടും. ബൈബിൾ വായിക്കുന്നതിനുള്ള മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതാണ് വേറൊരു പ്രത്യേകത. ഇനി നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മള് ചെറുപ്പത്തിൽ തൊട്ട് തുടരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ, അതായത് യാതൊരു പ്രേരണയും ഇല്ലാതെ തന്നെ ഏതെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഓഡിയൻസിനെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വാക്കുകൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു ഒഴുക്കായിട്ട് നമുക്ക് വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ് ഇല്ലാതെ നമുക്ക് ഈ വായന കൊണ്ട് തന്നെ വാക്കുകൾ നമ്മളുടെ പിന്നെ തലച്ചോറിൽ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കത് ഒരു നദി പോലെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഒഴുക്ക് പോലെ കൊണ്ടു നടക്കാനായിട്ട് പറ്റും. അതുപോലെ കുഞ്ഞും നാളിൽ നമ്മൾ പഠിച്ചെടുക്കുന്ന കവിതാ ശകലങ്ങള്, ഇതിന്റെ അർത്ഥം നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കഥയായിരിക്കാം, ഒരു കവിതയായിരിക്കാം, ഒരു സിനിമാ ഗാനമായിരിക്കാം നമ്മുടെ മനസ്സിലേക്ക് ഒഴുകിയിറങ്ങുന്നത്. അത് നമുക്ക് ആ സമയത്ത് ചൊല്ലുക, പാടുക ചെയ്യുകയാണെങ്കിൽ അതും ഓഡിയൻസിന് കൂടുതൽ പ്രചോദനം നൽകുന്നതാവും, കൂടുതൽ ഒരു ഉന്മേഷം നൽകും മനസ്സിന്. അപ്പൊ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകൾ എത്തരത്തിലുള്ള ആളുകളാണ് എന്ന് കൂടി ചിന്തിക്കണം. ഒരു യുവജനങ്ങളുടെ അടുത്താണ് നമ്മൾ പ്രസംഗിക്കുന്നതെന്ന് വിചാരിക്കുക. യുവജനങ്ങളുടെ അടുത്ത് അപ്പൊ യുവജനങ്ങളുടെ അടുത്താണ്. അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം ഒരു മൂല്യബോധത്തെ കുറിച്ച് സംസാരിക്കാനാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ അടുത്ത കാലത്ത് ഞാൻ പ്രസംഗിച്ച മൂല്യബോധത്തെ കുറിച്ച് സംസാരിച്ച ഒരു പെട്ടെന്ന് എന്റെ മനസ്സിൽ വരുന്നതാണ്. ഞാൻ കുട്ടികളെ സംബോധന ചെയ്തതിന് ശേഷം ഒരു അനുഭവമാണ് പറഞ്ഞത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ രീതി വേറെയാണ്, ആ രീതിയിൽ പറയാൻ ശ്രമിക്കാം. അങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഒരു ബസ്സിൽ കയറിയിരുന്ന സമയത്താണ് ഒരു സായാഹ്ന ദിനപത്രക്കാരൻ വിളിച്ചു പറയുന്നത് കേട്ടു. ചങ്ങനാശ്ശേരിക്ക് സമീപ ജില്ലയിൽ യുവാവ് ചിന്നിച്ചെതിരി വില 1.50. ചങ്ങനാശ്ശേരിക്ക് സമീപ ജില്ലയിൽ യുവാവ് ചിന്നിച്ചെതിരി വില 1.50. ചങ്ങനാശ്ശേരി മുതൽ കാഞ്ഞിരപ്പള്ളി വരെ ഏകദേശം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ 1 മണിക്കൂറോളം ഉണ്ട്. ഈ സമയത്ത് മുഴുവൻ ചിന്തയും എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന ചിന്ത ഇതായിരുന്നു. അവിടെ ഒരു സിസ്റ്ററാണ് വീണ് കിടക്കുന്നതെങ്കിൽ അവർ വിളിച്ചു പറയും, ചങ്ങനാശ്ശേരിക്ക് സമീപ ജില്ലയിൽ കന്യാസ്ത്രീ ചിന്നിച്ചെതിരി വില 1.50. ഒരു ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും വക്കീലാണെങ്കിലും അധ്യാപകനാണെങ്കിലും സാധാരണ മനുഷ്യനാണെങ്കിലും കൂലിപ്പണിക്കാരനാണെങ്കിലും ഇത് തന്നെ അവരുടെ ജോലി, അല്ലെങ്കിൽ അവരാരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതായിരിക്കും അവർ വിളിച്ചു പറയുന്നത്. ഓർക്കുക, നമുക്ക് മൂല്യം കൽപ്പിക്കുന്നത്, നമുക്ക് വില കൽപ്പിക്കുന്നത് പത്രമാധ്യമങ്ങളല്ല, നമുക്ക് വില കൽപ്പിക്കുന്ന മനുഷ്യരല്ല, നമുക്ക് വില കൽപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളല്ല, നമുക്ക് വില കൽപ്പിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങളല്ല. നമുക്ക് വില നൽകുന്നത് നമ്മുടെ തമ്പുരാനാണ്. ഉടയ തമ്പുരാനാണ് തന്റെ സൃഷ്ടിക്ക് വില കൽപ്പിക്കുന്നത്. ഞാനാണ് എന്റെ ജീവിതത്തെ അർത്ഥവത്താക്കുന്നത്. എങ്ങനെയാണ് എന്റെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്, മറ്റുള്ളവർ പറയുന്ന വ്യക്തിത്വമാണോ എന്റേത് എന്ന് തിരിച്ചറിയേണ്ട വ്യക്തികൾ നമ്മൾ തന്നെയാണ്.
സ്വയം അറിയുക എന്നതാണ് ഏറ്റവും വലിയ അറിവ്. ഇങ്ങനെ പറഞ്ഞായിരിക്കും ഞാൻ ആ പ്രസംഗം തുടങ്ങുക. അപ്പോ ഇതിന്റെ ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാൻ നമ്മളുടെ ചിന്തകളിലും നമ്മുടെ വായനകളിലും നമ്മളുടെ അന്വേഷണങ്ങളിലും ഒക്കെ ഇത്തരം കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് ഇത്തരം അനുഭവങ്ങളും ഇത്തരം കാര്യങ്ങളും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരും. ഇനി ഈ മൂല്യബോധത്തെ കുറിച്ച് എന്നോട് പറയാണ്, ചില മുതിർന്ന ആളുകളാണ്, അവരോട് സംസാരിക്കാൻ പറഞ്ഞാല് ഒരുപക്ഷെ ഞാൻ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പൊ തോന്നുന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാല്, ഞാൻ 8ാം ക്ലാസ്സിൽ വെച്ചാണ് ലക്ഷ്മണോപദേശം എന്ന് പറയുന്ന എഴുത്തച്ഛന്റെ ഒരു കൃതി പഠിച്ചത്. അതിനകത്ത് പറയുന്നുണ്ട്, അർത്ഥം ഗൃഹേ നിവൃത്തം വലിയ സന്തപ്ത ലോകസ്ഥാമ്പ് ബിന്ദുന സന്നിപം മത്യുജന്മം ക്ഷണഭംഗുരം. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് നശ്വരമാണ്, ക്ഷണികമാണ്. ചുട്ടുപഴുത്ത ഒരു ലോകത്തിലേക്ക് ഒരു തുള്ളി വെള്ളം വീഴുമ്പോൾ ഉണ്ടാകുന്ന നശ്വരത, അതുപോലെയാണ് മനുഷ്യ ജീവിതം. നമ്മൾ എന്തിനാണ് സുഖത്തിന് പിന്നാലെ അല്ലെങ്കിൽ പണത്തിന് പിന്നാലെ, ഒരു നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പരക്കം പായുന്നത്? മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാതെ, സ്വന്തം മനസ്സാക്ഷിക്ക് വില കൽപ്പിക്കാതെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഓടുന്നത്? അപ്പൊ അതിന് പറ്റിയൊരു കൊട്ടേഷനാണിത്. വന്യ സന്തപ്ത ലോകസ്ഥാമ്പ് ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. മനുഷ്യ ജീവിതം ചുട്ടുപഴുത്ത ലോകത്തിലേക്ക് നമുക്കറിയാം, ഒരു തീക്കട്ട കത്തി ജ്വലിച്ചു നിൽക്കുന്ന തീക്കട്ടയിലേക്ക് ഒരു തുള്ളി വെള്ളം വീഴുമ്പോൾ അത് കരിക്കട്ടയായിട്ട് മാറുന്നു. അത് നൈമിഷികമാണ്. അതുപോലെയാണ് മനുഷ്യന്റെ ജീവിതം എന്നുള്ള ആ ഒരു വലിയ അർത്ഥമാണ് നമ്മൾ അവിടെ പങ്കുവെക്കുന്നത്. നമ്മുടെ വേദിയിലുള്ള അല്ലെങ്കിൽ നമ്മളോട് കൂടെ സദസ്സിലുള്ള ആളുകളുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു തത്വമായിരിക്കും. അവരുടെ ജീവിതം വളരെ സങ്കടം നിറഞ്ഞ, അല്ലെങ്കിൽ അതായത് വിക്ടർ ഹ്യൂഗോ പറയുന്നത്, ഇത് ഞാൻ 8ാം ക്ലാസ് വെച്ച് പഠിച്ചതാണ് കേട്ടോ. ഇത് ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കേൾക്കുന്ന നിങ്ങളും നിങ്ങളുടെ മക്കളെയും ഇതുപോലെ വായിക്കാൻ പ്രേരിപ്പിക്കണം. കാരണം നമ്മുടെ മനസ്സിൽ പദസമ്പത്ത് തിങ്ങി നിറഞ്ഞാൽ മാത്രമേ നമുക്ക് ആവശ്യ സമയത്ത് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റൂ. വിക്ടർ ഹ്യൂഗോയുടെ ഒരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു, സുഖം നിങ്ങളുടെ ശത്രുവാണ്, ദുഃഖം ജീവിതത്തിന്റെ മിത്രം. എന്ന് പറഞ്ഞാൽ നമുക്ക് സുഖം ഉണ്ടാകുമ്പോൾ, എപ്പോഴും സന്തോഷമാണെങ്കിൽ നമുക്ക് അത് നമ്മുടെ ചിന്തകളെ മരവിപ്പിക്കും. നമുക്ക് പിന്നെ ചിന്തയില്ല, നമ്മളെപ്പോഴും സന്തോഷത്തില്ല. അതേസമയം ദുഃഖം വരുമ്പോഴാണ് നമ്മൾ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. ദുഃഖങ്ങളിലൂടെയാണ് മനുഷ്യൻ അറിവ് നേടുന്നത്. വേദനയിലൂടെയാണ് അവൻ വേദത്തിലേക്ക് അല്ലെങ്കിൽ വേദാന്തത്തിലേക്ക് നടന്നെടുക്കുന്നത്. അപ്പൊ വേദന എന്ന് പറയുന്നത് നമ്മളെ വേദം പഠിപ്പിക്കുന്ന ഒന്നാണ്. വേദന അത് നമുക്ക് വലിയ മഹത് ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഒരു സത്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് നന്നായിട്ട് വായിക്കുക, പരന്ന വായന ഉണ്ടാവുക, ധാരാളം കഥകൾ വായിക്കുക. അത് മൂല്യബോധമുള്ള നല്ല കഥകൾ വായിക്കണം. MDയുടെ ഒക്കെ മറ്റു നോവലുകളും കഥകളൊക്കെ വളരെ നല്ലതാണ്, ഒരുപാട് മൂല്യബോധം നൽകുന്നതാണ്. പിന്നെ കവിതകൾ, സുഗതകുമാരിയുടെ കവിതകളുണ്ട്, ONV കുറുപ്പിന്റെ കവിതകളുണ്ട്, ചെമ്മനം ചാക്കോയുടെ കവിതകൾ, അതിനകത്ത് പരിഹാസമൊക്കെ നിറഞ്ഞായിരിക്കും. പക്ഷെ ഈ കവിതകളൊക്കെ കുറിക്കൊള്ളുന്നതാണ്. അത്തരം കവിതകളൊക്കെ വായിക്കുക, അതിലെ ചെറിയ ലൈനുകൾ നമ്മൾ കാണാതെ പഠിക്കുക. അതൊക്കെ ചെറുപ്പത്തിൽ ചെയ്യുവാണെങ്കിൽ വളരെ നന്നായിട്ട് നമ്മുടെ മനസ്സിലേക്ക് അതൊക്കെ ഓടിയെത്തും. പിന്നെ നമ്മൾ നമ്മുടെ ഓഡിയൻസ് ആരാണ് നോക്കാം? വിദ്യാർത്ഥികളുടെ ഇപ്പൊ നമ്മൾ പറയുന്നത് പരീക്ഷയെ കുറിച്ച് ബന്ധപ്പെട്ടൊരു കാര്യമാണെങ്കിൽ ആ ഒരു ടോണിലും ആ ഒരു രീതിയിൽ വായിക്കണം വാക്കുകൾ ഉപയോഗിക്കുന്നത്. യുവജനങ്ങളുടെ ചെല്ലുമ്പോൾ അവരുമായിട്ട് സംവദിക്കുന്ന രീതിയിലേക്ക് വേണം. നമ്മൾ ഒരു രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പ്രസംഗം പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ കേട്ടുണ്ടാവും, അലർച്ച അതിനകത്തുണ്ടാവും അല്ലെ? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ചെറിയൊരു ഇലക്ഷൻ ഉണ്ടായിരുന്നു. ആ ഇലക്ഷനിൽ ഞാൻ സാഹിത്യ സമാജ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞുള്ള എന്റെ ആദ്യത്തെ പ്രസംഗം എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് പ്രസംഗിക്കുമ്പം എന്റെ അധ്യാപകർ, ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, അധ്യാപകർ വരാന്തയിൽ വന്നിങ്ങനെ നോക്കുന്നിപ്പുണ്ടായിരുന്നു, ക്ലാസ് മുറിയുടെ വരാന്തയില്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞ സംബോധനയ്ക്ക് ശേഷം ആദ്യം പറഞ്ഞ സെന്റൻസ് ജോൺ എഫ് കെന്നഡിയുടെ ഒരു കൊട്ടേഷനാണ്. രാഷ്ട്രം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്ന് ചിന്തിക്കാതെ നിങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടി എന്ത് ചെയ്തുവെന്ന് ചിന്തിക്കുക. ഓക്കെ,
ഈ ഒരു സെന്റൻസ് പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേണ്ടി മറ്റുള്ളവർ എന്ത് ചെയ്തു എന്ന് ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്ത് ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. അപ്പൊ നമ്മൾ സ്വരം ഉയരും. അപ്പൊ നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആകുമ്പോൾ നമ്മൾ വൈകാരികമായിട്ട് നമ്മളുടെ ചിന്തകള്, വിചാരങ്ങളെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. നമുക്ക് അന്നേരം ആവേശം ഉണ്ടായിരിക്കും. നമ്മള് വളരെ സ്വാഭാവികമായിട്ട് ഒറിജിനാലിറ്റിയിൽ നമ്മൾ സംസാരിക്കും, പ്രസംഗിക്കും. നമ്മളുടെ മുഖത്തെ ഭാവങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും നമ്മളത് അത്തരത്തിൽ പ്രസംഗിക്കുമ്പോൾ. പിന്നെ നമ്മളിപ്പോ ഞാൻ ചെറുപ്പത്തിൽ നമ്മുടെ മരിച്ചുപോയ നമ്മളുടെ മന്ത്രി TN ജേക്കബ്, അന്ന് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ കവൽ പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഇപ്പൊ ഒരു രാഷ്ട്രീയ നേതാവ് വരുമ്പം ആ രാഷ്ട്രീയ നേതാവിന്റെ നേതൃത്വ ശൈലിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ദർശനങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ വാക്കുകളും ടോണും മാറും. അതാണ് അതിന്റെ പ്രത്യേകത. പക്ഷെ നേരെ തിരിച്ചിങ്ങ് വന്നേ, നമ്മൾ ഇവിടെ വരുമ്പോ നമ്മളിപ്പോ പറയുന്നത് ഒരു മരണ വീട്ടിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഒരു 2 വാക്ക് സംസാരിക്കാൻ പറയുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മളുടെ സ്വരം ആ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന്റെ സ്വരമല്ല. നമ്മൾ വളരെ ശാന്തമായിട്ടും സൗമ്യമായിട്ടും വളരെ വൈകാരികതയോടുകൂടിയാണ് നമ്മൾ ആ രംഗത്തെ നമ്മൾ ഉൾക്കൊള്ളും. എല്ലാത്തിനും നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. നമ്മളൊന്നും ആർട്ടിഫിഷ്യൽ ആയിട്ട് കൃത്രിമമായിട്ട് നമ്മളിൽ ഉണ്ടാക്കി വെക്കരുത്. ഹൃദയത്തിൽ നിന്ന് സംസാരിക്കണം. ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആളുകൾ നമ്മളെ ശ്രവിക്കും. നമ്മൾ പറയാണ് ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ എന്നൊക്കെ സംബോധന ചെയ്തതിനു ശേഷം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ അപ്പൊ കണ്ടോ സ്വരം വളരെ താണു അല്ലെ? നമ്മൾ വളരെ ലോ പിച്ചിലാണ് നിന്നും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്നയാൾ എന്ന് പറഞ്ഞ് ഇപ്പം സിസ്റ്റർ തെരേസ് എന്ന് തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാകത്തില്ല. സിസ്റ്റർ തെരേസ് ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ഇന്ന് അവര് നമ്മുടെ ഒരു ഓർമ്മയായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പ്രസംഗിക്കുകയാണ്. അപ്പൊ വളരെ താണ പിച്ചിലാണ് എടുക്കുന്നത്, വളരെ വൈകാരികമായിട്ടാണ്. കാരണം ഈ ആളെ എനിക്ക് നന്നായിട്ട് അറിയാം, ഈ ആളുമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമുണ്ട്, ഇയാൾ ആരാണെന്ന് എനിക്ക് ബോധമുണ്ട്, അത് മറ്റുള്ളവരെ കൂടി ധരിപ്പിക്കുക. എന്റെ സ്നേഹം ഞാൻ ഈ വ്യക്തിയോടുള്ള എന്റെ സ്നേഹം ഞാൻ മറ്റുള്ളവരെ കൂടി അറിയിക്കുകയാണ്, എന്നിട്ട് ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മുടെ സ്വരം മാറുന്നു, നമ്മുടെ ഈണം മാറുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? ഓക്കെ. ഇനിയിപ്പോ നമ്മള് ഒരു ഒരു വിരമിക്കൽ ചടങ്ങാണ് നടത്തുന്നത്. നമ്മുടെ പിന്നെ ഒരു ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പ്രിയപ്പെട്ട ഒരാള് നമ്മളുടെ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു സെൻഡ് ഓഫിന്റെ സമയത്താണെങ്കിലും നമുക്കൊരു വൈകാരികമായ ഒരു പക്വതയോടുകൂടിയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ആ ആളിന്റെ നന്മകൾ നമ്മൾ പറയുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ അടുത്തറിയാമെങ്കിലേ ഞാൻ പ്രസംഗത്തിന് തയ്യാറാവുള്ളൂ. മാത്രമല്ല സത്യമായ കാര്യം പറയുള്ളൂ. നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ട് അധികമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു മാറി പോവാന്നുള്ളതാണ് നല്ലത്. ഒരുപാട് കാര്യങ്ങൾ ഏറ്റുകെട്ടി പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് വരും, കണ്ടോ അവൻ പറഞ്ഞ കേട്ടോ, അതിനകത്ത് യാതൊരു കഴമ്പുമില്ല, വെറുതെ സുഖിപ്പിക്കാൻ പറയുന്നതാണ്. ഈ ഒരു വാക്ക് നമ്മളെ കൊണ്ട് പറയും. നമ്മൾ സത്യമായ കാര്യം പറയുക. ഇപ്പൊ തെരേസ സിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നപ്പോ എന്തൊരു സംഭവമായിരുന്നു, എന്നിട്ട് അവരെ കുറിച്ച് പറയുന്നത് കേട്ടില്ലേ, ഇങ്ങനെയൊക്കെയാ പറയുന്നത്. അവർക്കൊരു വലിയ പിന്നെ പോളിസി എന്നുള്ള ഒരു സിസ്റ്റം അല്ല എന്ന് ഓഡിയൻസ് ഈ പറയുന്ന ആളെ കുറിച്ച് കമന്റ് പറയും. നമ്മൾ അങ്ങനെ പറയാനായിട്ട് അനുവദിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സ്വാഭാവികതയെ സമയം ഈ സിസ്റ്ററിനെ എനിക്കറിയാം, ഇത്ര വർഷമായിട്ട് ഞങ്ങൾ ഒന്നിച്ചുണ്ട്, ഞങ്ങളുടെ ബന്ധം ഇങ്ങനെയാണ്, ആ രീതിയിൽ പറയാനായിട്ട് അവരിവിടെ നൽകിയ സംഭാവനകൾ ഇന്ന സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ അവർ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. അപ്പൊ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സത്യസന്ധത, ആത്മാർത്ഥത. പറയുന്ന കാര്യത്തെക്കുറിച്ച് ജെന്യുവിനായിട്ട് സംസാരിക്കുക. നമുക്കില്ലെങ്കിൽ ഇല്ല, മിണ്ടാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ മിണ്ടണ്ട. മിണ്ടാൻ പറ്റുന്ന നല്ല കാര്യമാണെങ്കിൽ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിച്ച് പറയണം. നന്മയല്ലേ, ആ നന്മയ്ക്ക് 10 മടങ്ങ് ഫലം ഉണ്ടാവും. കാരണം നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശബ്ദ തരംഗങ്ങൾ ഒരിക്കലും നശിക്കുന്നില്ല അല്ലെ? അതെല്ലാം ആ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടാവും. ഞാൻ മരിച്ചാലും എന്റെ ശബ്ദം ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കാം. ഞാൻ പറഞ്ഞ വാക്കുകൾ നശിക്കുന്നില്ല. അതാണ് ശബ്ദത്തിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ പരമാവധി ജെന്യുവിൻ ആയിട്ടുള്ള ഏറ്റവും നല്ല സത്യസന്ധമായ വാക്കുകൾ പ്രസംഗത്തിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.
ഇനി നമ്മള് ഇതിലൂടെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു പൊതുസമരം നടക്കുക. ഇപ്പം ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു സമരമാണ് നമ്മുടെ മുനമ്പം വിഷയം. ഞാൻ അവിടെ എത്തിയിരുന്നു മുനമ്പത്തെ ആളുകളെ കാണാനും അവരോട് വരാനുള്ള ഒരു കാരണം, പ്രസംഗിക്കാൻ വരാനുള്ള ഒരു കാരണം എന്റെ മനസ്സിൽ ആ മനുഷ്യരോട് തോന്നിയ ഒരു അനുകമ്പയായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ വിചാരിച്ചത് എനിക്കാണ് അങ്ങനെ ഒരു സാഹചര്യം വരുന്നതെങ്കിൽ ആരെനിക്ക് വേണ്ടി സംസാരിക്കും? എനിക്കാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്, എന്റെ വീടാണ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്, അവിടെ ഒലിച്ചിറങ്ങുന്നത്, എന്റെ അപ്പനും അമ്മയുമാണ് അവിടെ ഇരിക്കുന്നത്, എന്റെ സഹോദരങ്ങളാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഇത് നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ തന്നെ പുറത്തേക്ക് വരും. അങ്ങനെയാണ് ഞാൻ പൊതുവിൽ ഇപ്പം വിഴിഞ്ഞത്താണെങ്കിലും മുല്ലപ്പെരിയാർ ഇഷ്യൂ വന്നപ്പോഴാണെങ്കിലും മുനമ്പത്താണെങ്കിലും പ്രസംഗിക്കാൻ പോയതിന്റെ ഒരേ ഒരു കാര്യം ഇതാണ്. മണിപ്പൂരിൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ വീഡിയോ പ്രസന്റ് ചെയ്തതും കവിത എഴുതിയതും ഒക്കെ ഈ ഒരു ഇതില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കും, എനിക്ക് വേണ്ടി ആര് സംസാരിക്കാനുണ്ട്? ഇപ്പൊ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ശബ്ദം, നമുക്ക് ദൈവം തന്നിരിക്കുന്ന അറിവ്, നമുക്ക് തന്നിരിക്കുന്ന പദസമ്പത്ത്, നമ്മുടെ സ്വരം, ഇത് മറ്റുള്ളവരുടെ ജീവിതത്തെ ഉയർത്താൻ വേണ്ടി ദൈവം തന്നതാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഒന്നും ഇങ്ങനെ കൃത്യമായിട്ട് എഴുതി പറയാനായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. കയ്യിൽ കുറിപ്പും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ ആ കുറിപ്പ് വേസ്റ്റാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുക. എവിടെയാണോ നമുക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടുന്ന ആ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ മനസ്സിലേക്ക് അത് കയറാൻ ഒരു നിമിഷമെങ്കിലും അവർ ദൈവമേ എന്ന് വിളിച്ചാൽ നമ്മുടെ പ്രസംഗം ഫലം നേടി. അതായത് ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് ഒരു നിമിഷത്തേക്കെങ്കിലും അവരുടെ മനസ്സിനെ പിടിച്ചിരുത്താനും അവര് ദൈവത്തെ വിളിക്കാനും ഇടയായാൽ അതാണ് ധന്യത. മുഴുവൻ നേരം 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ അവർ നമ്മളെ ശ്രദ്ധിക്കണമെന്നില്ല. ഒരു നിമിഷം ശ്രദ്ധിച്ചാൽ നമ്മുടെ പേര് സ്വർഗത്തിലെത്തി. ഈ ഒരു ചിന്തയോടുകൂടി നമ്മളങ്ങ് സമീപിച്ചാൽ നമുക്ക് ജീവിതത്തിൽ നന്നായിട്ട് പ്രസംഗിച്ച് മടങ്ങിയെത്താനും മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനായിട്ടും പറ്റും എന്നെനിക്ക് തോന്നുന്നു. മറ്റൊന്ന്, നമുക്ക് ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിലും പ്രസംഗിക്കാം. അത് നമ്മളുടെ ആ ഒരു സാഹചര്യം അനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. നമുക്ക് നല്ലൊരു സാഹചര്യമാണ് എങ്കിൽ നമുക്കതെങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം, അതിന്റെ മറുപടി പറയാം. അപ്പൊ അബ്ദുൽ കലാം ഒക്കെ പ്രസംഗിക്കുന്ന സമയത്ത് ചില കുട്ടികളൊക്കെ ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ ആരെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഇരുത്തണ്ട, അവര് പറയട്ടെ, അവര് ചോദിക്കാവുന്ന അവരുടെ ആശയം. എനിക്ക് അറിയാമെങ്കിൽ ഞാൻ അതിന് വളരെ സൗമ്യമായിട്ട് മറുപടി കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, അയ്യോ സോറി, എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ലല്ലോ എന്ന് പറഞ്ഞ് അവരെ സമാധാനത്തോടെ ഇരുത്താനായിട്ട് അനുവദിക്കുക. അതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ എന്താ, നല്ല പ്രയോഗങ്ങൾ, നല്ല ചൊല്ലുകൾ ഒക്കെ നമുക്ക് പ്രസംഗത്തിനിടയിൽ ഉപയോഗിക്കാം. അത് കൂടുതൽ കേൾവിക്കാരുടെ ഓർമ്മയിൽ നിൽക്കാനിടയാവും. ഉദാഹരണത്തിന് ഇപ്പൊ എന്താ, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. നമ്മുടെ പരസ്പരമുള്ള ഐക്യത്തെക്കുറിച്ച്, ഒലക്കയുടെ ആകൃതി നമുക്കറിയാം അല്ലെ, അതിലെങ്ങനെ ഒരാൾക്ക് കിടക്കാൻ പറ്റും? പക്ഷെ ഒന്ന് ഓർത്ത് നോക്കി, ആ പഴഞ്ചൊല്ലിന്റെ പ്രസക്തി കണ്ടോ? അങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവത്തിലും നമുക്ക് ഒരുമയുണ്ടെങ്കിൽ ഇരിക്കാം അല്ലെങ്കിൽ കിടക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തരുന്ന ഒരു വലിയ ജ്ഞാനമുണ്ട് അല്ലെ. നമുക്ക് തന്നെ ഉള്ളിൽ ചിരിയും വരും. പിന്നെ നമുക്ക് തന്നെ ഇതെങ്ങനെ സാധ്യം എന്ന് ചോദിക്കുമ്പോൾ അത്രമാത്രം വിലപ്പെട്ടതാണ് ഒരുമിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂട്ടായ്മ, ഐക്യം എന്ന് പറയുന്നത് അത്രമാത്രം സ്ട്രോങ് ആണ്, അത്രമാത്രം വിലയേറിയതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ആ പഴഞ്ചൊല്ല് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള പഴഞ്ചൊല്ലുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുന്നതും ഇടയ്ക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ ശബ്ദവും ഭാവവും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ശബ്ദത്തിന് ഒരു ഏറ്റക്കുറച്ചിലുകളുണ്ടാണ്, ആരോഹണ അവരോഹണ ക്രമം. ചില വാക്കുകളുടെ അവസ്ഥ അനുസരിച്ച് ശബ്ദത്തെ ക്രമീകരിക്കണം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ അത് എഫക്റ്റീവ് ആകുന്നത്. ചില വാക്കുകൾക്ക് ചില ഉപയോഗിക്കുന്ന ശബ്ദം മിതമായിട്ടുള്ള ഒരു ശബ്ദമായിരിക്കും, ചിലതിന് ഹൈ പിച്ച് വേണമായിരിക്കും, ചിലതിന് മീഡിയം പിച്ച് മതി. ആ രീതിയിലുള്ള അതൊക്കെ തനിയെ വന്നുകൊള്ളു. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഉള്ളിൽ പദസമ്പത്ത് നിറഞ്ഞു കഴിയുമ്പോൾ, നമ്മൾ സാഹചര്യങ്ങളെ മനസ്സിലാക്കി കഴിയുമ്പോൾ, നമ്മുടെ മുമ്പിലേക്ക് ഓഡിയൻസ് വരുമ്പോൾ, നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി വരുമ്പോൾ ദൈവം നമുക്കിതെല്ലാം ഒരുക്കി തരും. ആ രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കണം. പിന്നെ പറയുന്ന രീതി, ആവേശം, വികാരം,
ആവേശം കൊള്ളുന്ന പ്രസംഗങ്ങളുണ്ടല്ലേ? ചില പ്രസംഗങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, രാഷ്ട്രം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്ന് ചിന്തിക്കാതെ നിങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടി എന്ത് ചെയ്തുവെന്ന് ചിന്തിക്കുക. അപ്പൊ നമ്മുടെ ആവേശം, നമ്മുടെ ശബ്ദം ഉയർന്നു പൊങ്ങി. പിന്നെ ചിലതിന് ഇടവേളകൾ ആവശ്യമാണ്. ചിലത് ഇങ്ങനെ ഒരു നിർത്തും, അല്ലാതെ നിർത്താതെ ഇങ്ങനെ പോകരുത്. നിർത്താതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പക്ഷേ കേൾക്കുന്ന ആൾക്കാർക്ക് അത് പിന്തുടരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു വരും. അതുകൊണ്ട് ഇടവേളകൾ ആവശ്യം, അത് നിർത്തൊക്കെ ആവശ്യം, കോമ, ആ ചിഹ്നങ്ങളൊക്കെ അതേപടി നമ്മുടെ ശബ്ദത്തിലൂടെ വേണം പുറത്തേക്ക് വരാനായിട്ട്. പത്രം വായിക്കുന്ന ഒരു രീതിയൊന്നുമില്ല, പത്രം വായിക്കുന്ന രീതിയിലല്ല, ബൈബിള് വായിക്കുന്ന രീതിയിലുമല്ല, രാമായണം വായിക്കുന്ന രീതിയിലുമല്ല നമ്മൾ പ്രസംഗം പറയും. പ്രസംഗത്തിന് അതിൻ്റെതായ ഒരു ശൈലി നമ്മൾ സ്വന്തമാക്കിയെടുക്കണം. അത് ചെറുപ്പത്തിലെ നേടിയെടുക്കണം, ചെറുപ്പകാലം തൊട്ടേ. അത് ചിലത് വളരെ ഗിഫ്റ്റാണ്, ഗിഫ്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. നന്ദിയോടുകൂടി അതിനെ സ്വീകരിക്കുകയും വളർത്തുകയും ചെയ്യണം. ചെറിയ ചെറിയ കഥകൾ നമുക്ക് ഇതിനകത്ത് പ്രസംഗത്തിനകത്ത് ഉപയോഗിക്കാം. ഞാനൊരു കഥ പറയട്ടെ എന്ന് പറഞ്ഞ ആരും പറയും. ആ ഒരു സെന്റൻസ് എങ്ങനെയാണോ അവസാനിക്കുന്നത് അവിടെ വന്നു കഴിയുമ്പോൾ ആ കഥ അങ്ങ് ഇങ്ങനെ വളരെ സ്വാഭാവികമായ രീതിയിൽ പറഞ്ഞു പോയാൽ മതിയാവും. ഉദാഹരണത്തിന് നമ്മളിപ്പോ റോബർട്ട് ഫ്രോസ്റ്റിയുടെ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ മേശപ്പുറത്ത് എഴുതി വെച്ചിരുന്ന കവിതയാണ് അത്. ഇംഗ്ലീഷില് അതിങ്ങനെയാണ്, The woods are lovely, dark and deep, but I have promises to keep, miles to go before I sleep and miles to go before I sleep. നമ്മള് ഇത് പറയുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ എല്ലാവർക്കും അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അതിന് സംസ്കൃതത്തിലൊരു പരിഭാഷയുണ്ട്, മനോരമ്യം ഹനശ്യാമം വനപാളികളെങ്കിലും കാതമേറെ കടക്കണം കൺപോളകൾ അടയും മുമ്പേ, പാലിക്കാനുണ്ട് വാഗ്ദാനം കാതമേറെ കടക്കണം കൺപോളകൾ അടയും മുമ്പേ. ഒരുപാട് ദൂരം എനിക്ക് സഞ്ചരിക്കാനുണ്ട്, ഒരുപാട് വാഗ്ദാനങ്ങൾ പാലിക്കാനുണ്ട്, കണ്ണടച്ച് ഉറങ്ങുന്നതിന് മുമ്പ് അധിക ദൂരം സഞ്ചരിക്കാനുണ്ട് എന്ന് സ്വന്തം മനസ്സിനെയും അപരന്റെ മനസ്സിനെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു കവിതാ ശകലമാണ് ഈ റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഈ കവിത. അപ്പൊ നമുക്ക് അതിനെ വ്യാഖ്യാനിച്ചും കൊടുക്കാം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിലും കൊടുക്കാം, സംസ്കൃതത്തിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും നമുക്ക് അതിനെ വിശദീകരിച്ച് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ആളുകൾക്ക് കൂടുതൽ കേട്ടോ ഒരുപാട് ദൂരം ഇനി സഞ്ചരിക്കാനുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ യുവജനങ്ങളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അവർ ചിന്തിക്കും, ഇനി എത്രയോ കാതം സഞ്ചരിക്കാനുണ്ട്, അതിനു മുമ്പ് എത്രയോ കാര്യങ്ങൾ, എത്രയോ വാഗ്ദാനങ്ങൾ ഞാൻ പാലിക്കാനുണ്ട്, എന്തുമാത്രം കാര്യങ്ങൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്യാനുണ്ട്. ഇതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തും. അപ്പൊ നമ്മളിൽ ഒരു ഉള്ളിലൊരു തീ ഉണ്ടാവും. ജീവിക്കണം, നന്നായിട്ട് ജീവിക്കണം, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി ജീവിക്കണം, ഇങ്ങനെ അലസത പാടില്ല. അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ ആ പ്രസംഗം കേൾക്കുന്ന ആളിന്റെ മനസ്സിൽ ഉണ്ടാകുന്ന രീതിയിൽ നമ്മളതിനെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് നമ്മളുടെ പ്രസംഗം കൂടുതൽ ഇഫക്റ്റീവ് ആവുന്നത്. പിന്നെ നമ്മള് തുടക്കത്തിലൊക്കെ ആണെങ്കിലും നമ്മളിപ്പോ ഉദാഹരണത്തിന് വേറൊരു കാര്യമുള്ളത്, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പൊ ഒരാളെ സ്വാഗത പ്രസംഗം പറയാൻ വേണ്ടിയിട്ട് വിളിക്കുക. സ്വാഗത പ്രസംഗത്തിന് വേണ്ടി ഇനിയാളെ ക്ഷണിക്കുന്നു, സിസ്റ്റർ തെരേസ് സ്വാഗത പ്രസംഗം ആശംസിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ വരുക. ഞാൻ വേദി വന്നിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാവരെയും സംബോധന ചെയ്തിട്ട് പിന്നെ പറയാൻ തുടങ്ങാണ്, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ ഏവർക്കും സ്വാഗതം ആശംസിക്കുകയാണല്ലോ എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം അയാളെ അവിടെ നിർത്തിയിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? സ്വാഗതം പറയാൻ വേണ്ടിയിട്ടാ. അപ്പൊ അങ്ങനെ സ്വാഗതം പറഞ്ഞിട്ട് പോയാൽ മതി. എന്റെ കടമയെ കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അത്രയും വേസ്റ്റ് ആണ്, ആ സമയം വേസ്റ്റ് ആയി പോവുക, സെക്കൻഡുകളാണ്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണല്ലോ. ഇത്രയും സെന്റൻസ് വരുമ്പോൾ ഏകദേശം 10-30 സെക്കൻഡോളം വരും. ഈ 30 സെക്കൻഡ് നമ്മൾ അവോയ്ഡ് ചെയ്യുക, കട്ട് ചെയ്ത് കളയുക. അല്ലെങ്കിൽ എന്നാ ചെയ്യുന്നത്, ഇനി പ്രസംഗിക്കാൻ വരുന്ന ആൾക്കാരുടെ സമയം തീർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറയേണ്ട, കൃത്യം വന്ന പ്രോട്ടോകോൾ അനുസരിച്ച് ആർക്കാണ് സ്വാഗതം ആദ്യം പറയേണ്ടത്, അധ്യക്ഷ സ്ഥാനത്ത് വഹിക്കുന്ന ആളെ അത് പറയുന്നു. വളരെ കാച്ചിക്കുറുക്കി കാര്യങ്ങൾ അവതരിപ്പിച്ച ശേഷം അവിടെ നിന്ന് രംഗത്ത് നിന്ന് വിരമിക്കണം. അതാണ് ഏറ്റവും നല്ലത്. വളരെ എത്ര ഷോർട്ടാക്കാൻ പറ്റുമോ അത്രയും നിന്ന്. ഞാൻ പറയുന്ന കാര്യങ്ങൾ തിരിയുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, നന്ദി പറയാണ്. ഓക്കെ, താങ്ക് യു. നന്ദി പറയാണ്. മനസ്സിലാണ്ട്.
ഓക്കെ, നന്ദി. അപ്പൊ അതായത് നമ്മളിപ്പോ ഒരു വലിയൊരു ചടങ്ങ് നടന്നു. ഏകദേശം ഒരു 1.5-2 മണിക്കൂർ നീളുന്ന ഒരു ചടങ്ങാണെന്ന് വിചാരിക്കുക. ആ ചടങ്ങിന്റെ അവസാനമാണ് എന്നെ നന്ദി പറയാൻ വേണ്ടി വിളിച്ചതെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ കേറിയിട്ട് ഓരോരുത്തരുടെ ആദ്യം തൊട്ട് അധ്യക്ഷൻ തൊട്ട് അവസാനം ആ സ്റ്റേജിൽ ഇരിക്കുന്ന അവസാനത്തെ ആളിന്റെ വരെ പേര് വീണ്ടും പറഞ്ഞു വെച്ചിട്ട് ഇപ്പൊ പറയുക ദേവര സേക്രഡ് ഹാർട്ട് കോളേജിന്റെ പ്രിൻസിപ്പൽ അവിടെ പ്രൊഫസർ ഡോക്ടർ ബിജു CS എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എങ്ങനെയാണെന്ന് തുടങ്ങുമെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ തുടങ്ങണ്ട. നമ്മൾ ആ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ഇന്നയാൾ എന്ന് പറഞ്ഞ പേര് പറഞ്ഞതിന് ശേഷം അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 പേരുടെ പേരുകൾ ബാക്കി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ സംപൂജ്യ സദസ്സിന്റെ നമസ്കാരം എന്ന് പറഞ്ഞു തുടങ്ങിയാലും മതി. നന്ദിയല്ലേ? എന്നിട്ട് നമ്മൾ ഓരോരുത്തരും ചെയ്ത ഓരോരുത്തരുടെയും, അതായത് അധ്യക്ഷ സ്ഥാനത്തെ ആളിന്റെ പറയാനുള്ള ഭാഗങ്ങള് വളരെ കാച്ചിക്കുറുക്കി വേഗം പറയാം. കാരണം എന്താ, ആളുകൾ ഇറങ്ങി പൊക്കോണ്ടിരിക്കുക ആ സമയത്ത്, അല്ലേ? നിങ്ങളൊന്ന് നിർത്ത് മനുഷ്യരെ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് നമ്മളെ കുറിച്ച് പറയാൻ ഇടയാവരുത്. ഒന്ന് പോകാവോ, മതിയില്ലേ പറഞ്ഞത് എന്ന് പറയിക്കരുത്. എന്ന് പറഞ്ഞാൽ ആ പറയേണ്ട ആൾക്കാർക്ക് വേണ്ടി കാച്ചി കുറുക്കി വാക്കുകളിൽ നന്ദി പറഞ്ഞു. നമ്മുടെ ഉള്ളിൽ നന്ദി ഉണ്ടാവണം. ആ നന്ദി ആ ഹൃദയത്തിന്റെ ഭാഷയിൽ വേണം പറയാൻ. എഴുതിക്കൊണ്ട് പോയി അല്ല പറയേണ്ടത്. പ്രോട്ടോകോൾ അനുസരിച്ച് ആളുകളെ നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. ഇന്നയാള് അധ്യക്ഷൻ, പ്രസിഡന്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതി വെക്കാം പേരുകൾ. പക്ഷെ ഉള്ളിൽ നിന്ന് വേണം നമ്മൾ കണ്ടന്റ് പറയാനും നന്ദി പറയാനും ഉദ്ദേശിക്കേണ്ടത്. അതിനുശേഷം എത്രയും പെട്ടെന്ന് നമ്മൾ നന്ദി ഇപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ, ഇന്ന സാറ പെട്ടെന്ന് നിർത്തിക്കോളും. ഇനി വേറെ ചിലർ വന്ന് പറയും, വലിച്ചു നീട്ടും, ഒരു രക്ഷയില്ല, പോയേക്കാം. ഇങ്ങനെയൊന്നും നമ്മളെ കുറിച്ച് ആരും പറയാൻ ഇടയാവരുത്. വലിച്ചു നീട്ടുന്നവരും ആകരുത്, തീരെ പറയല്ലാത്തവരും ആകരുത്. കൃത്യമായിട്ട് അളന്ന് നോക്കി പറയണം. ആ സാറാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ നിർത്തിക്കോളും. ഇവരെ അഡ്ജസ്റ്റ് ആണോ, 1 മണിക്കൂർ വലിച്ചു നീട്ടി പറയും, ഗ്യാസാണ്. ഇങ്ങനെയൊന്നും ആരെ കൊണ്ട് പറയിപ്പിക്കാതെ അതിനാ പറയാം, നമ്മളെ എപ്പോഴും പ്രസംഗത്തിൽ ഒരുങ്ങേണ്ടത് എഴുതിയല്ല, മനസ്സുകൊണ്ട് പ്രിപ്പയർ ആവണം. ദൈവം നമുക്ക് തരുന്നത് മതി. ഞാൻ എന്താണോ ഈ ജനത്തോട് പറയേണ്ടത് അത് ദൈവം എനിക്ക് തരും, അത് പറഞ്ഞാൽ മതി. അതിനപ്പുറം പറഞ്ഞാലും ഇപ്പുറം പറഞ്ഞാലും അത് ദൈവഹിതമല്ല. ചാവറേച്ചൻ പറയുന്നുണ്ട്, ദൈവഹിതം നടക്കും, നടത്തുക തന്നെ ചെയ്യും, അല്ലെ? ഇപ്പൊ ദൈവഹിതം അനുസരിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി നമ്മൾ പ്രസംഗിക്കാൻ തയ്യാറാവുന്നതായിരിക്കും കൂടുതൽ ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മള് പ്രസംഗിക്കുമ്പോൾ മലയാള പദങ്ങൾ തന്നെ പരമാവധി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് കാര്യക്ഷമത നിങ്ങൾ വളരെ കാര്യക്ഷമതയുള്ളവരാകണം എന്നാണ് നമ്മളൊരു വിഭാഗത്തോട് പറയുന്നതെങ്കിൽ ഈ കാര്യക്ഷമത എന്ന വാക്ക് നമ്മുടെ ഓഡിയൻസിന് തിരിയത്തില്ലായിരിക്കും. അങ്ങനെ തിരിയാതെ നമ്മൾ എഫിഷ്യന്റ് ആയിട്ടുള്ളതാണ്, അല്ലെ? അതിനുള്ള എഫിഷ്യൻസി എന്ന വാക്കായിരിക്കാം ഇത്തിരി കൂടി തിരിയുന്നത് എന്ന് മനസ്സിലായാൽ നമ്മൾ ആ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുന്നതിൽ മടിക്കണ്ട. എല്ലാ മലയാളം വാക്കും എല്ലാവർക്കും എപ്പോഴും തിരിയണമെന്നില്ല, എല്ലാ ഇംഗ്ലീഷ് വാക്കും എല്ലാവർക്കും എപ്പോഴും തിരിയണമെന്നില്ല. സന്ദർഭം അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോ കുട്ടികളെല്ലാം ഭാഷ നശിക്കുമ്പോൾ നമ്മുടെ സംസ്കാരമാണ് നശിക്കുന്നത്, അല്ലെ? ഭാഷയാണ് നമ്മുടെ സംസ്കാരമുള്ളവരാക്കുന്നത്. ഭാഷ നശിക്കുമ്പോൾ സംസ്കാരം നശിക്കും എന്നുള്ള ചിന്ത നമ്മുടെ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണം. പുറമെയുള്ള ഭംഗിയേക്കാൾ ഒരാളുടെ ആന്തരിക സൗന്ദര്യമാണ് കൂടുതൽ ആകർഷകമാക്കുന്നത്. അപ്പൊ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഭാവന, പെരുമാറ്റം ഇവയെല്ലാം മൂല്യബോധമുള്ളതും ധാർമ്മിക ചിന്തയുള്ളതായിരിക്കണം. നമ്മളൊരു യുവജനങ്ങളുടെ ഇടയിൽ നമ്മളൊരു പ്രസംഗിക്കാൻ പോവാന്ന് വിചാരിക്കുക. അപ്പൊ അവരെ നമ്മൾ കൂടുതൽ ഒരു ശക്തരാക്കുന്ന രീതിയിലാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ വയലാറിന്റെ വിപ്ലവ ധ്വനിയോടുകൂടിയ ചില 1-2 കവിതകളൊക്കെ നമുക്ക് ചൊല്ലുന്ന നല്ലതാണ്. ആരൊരാളെ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിന്മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാൽ ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ, വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 2 കവിതകൾ ചെല്ലുമ്പോൾ പിള്ളേർ ഉറങ്ങിയിരിക്കുന്നവരെ ഉണർന്നെഴുന്നേക്കും. അത് അവരെ നമ്മളൊന്ന് കൂടുതൽ ഉണർവുള്ളവരാക്കാൻ. ഉണർവെന്നുള്ള വാക്ക്, ചില വാക്കുകൾ കേൾക്കുമ്പം എനിക്ക് ചില ആശയങ്ങൾ വരും. ഉത്തിഷ്ഠത, ജാഗ്രത, അത് നമ്മുടെ വിവേകാനന്ദന്റെ പ്രസംഗമാണ്, അല്ലെ? ഉത്തിഷ്ഠത, ജാഗ്രത, ഉണരുക, പ്രശോഭിക്കുക.
അപ്പോ അത് തന്നെ ബൈബിളിൽ പറയുന്നുണ്ട്, ഉണരുക പ്രശോഭിക്കുക, നിന്റെ പ്രകാശം നിന്റെ സൂര്യൻ എത്തിക്കഴിഞ്ഞു എന്നൊക്കെ പറയുന്നൊരു ഭാഗം നമ്മൾ ബൈബിളിലും വായിക്കുന്നുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്ത്, ഇതെല്ലാം നമ്മുടെ സമയത്ത് ഓൺ ദ സ്പോട്ടിൽ, അതായത് കൃത്യസമയത്ത് നമ്മളുടെ ബ്രെയിനിൽ വരണമെങ്കിൽ നമുക്ക് മുൻകൂട്ടി ഒരു വായനാനുഭവം ഉണ്ടാകണം. നിങ്ങൾ മടുത്തോ? ഇല്ല ഇല്ല, പറഞ്ഞോളൂ. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മള് പരമാവധി എല്ലാവരോടും ആദരവോടെ പെരുമാറുക. കൈ ചൂണ്ടി സംസാരിക്കരുത്. നമ്മളിപ്പോ എന്തെങ്കിലും പറഞ്ഞപ്പോ ഒന്ന് പറയാവോ എന്നിങ്ങനെ, ഈ കൈവിരലുകൾ ഇങ്ങനെ വെച്ച് ഒന്ന് പറയാവോ എന്ന് ചോദിക്കുക. ഇങ്ങനെ നീ ഇത് പറഞ്ഞില്ല, അങ്ങനെ കൈ ചൂണ്ടാൻ പാടില്ല. അത് നമ്മുടെ സ്കൂളിലാണേലും കുട്ടികളോട് നമ്മൾ അങ്ങനെ കൈ ചൂണ്ടി സംസാരിക്കരുത്. ആരോടും ഒന്ന് പറയാവോ, താങ്കൾക്ക് എന്താണ് അതിന്റെ അഭിപ്രായം, അങ്ങനെ ചോദിക്കാം. ആംഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആംഗ്യഭാഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മുഖത്തിന്റെ ഭാവം വളരെ ചിന്താവിഷ്ടയായ സീതയെ പോലെ വന്ന് നിൽക്കരുത്. ഇനി അതുപോലെ തന്നെ നമുക്ക് വരിസംഖ്യ കിട്ടാനുള്ള ആൾക്കാരെ പോലെ വന്ന് നിൽക്കരുത്. നമ്മളൊരു വളരെ സന്തോഷത്തോടു കൂടിയോ ഒരു ആന്തരിക സന്തോഷത്തോടു കൂടിയാ നിൽക്കേണ്ട. കാരണം പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, അല്ലെ? നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞാലോ, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് and again I say rejoice in the Lord always. നിങ്ങൾ പഠിക്കും, കേക്കട്ടെ. ഓക്കെ, നന്നായിട്ട് നിങ്ങൾ എല്ലാവരും പാട്ട് പാടി. ഇടയ്ക്ക് പൗലോസ് ശ്ലീഹായുടെ ഒരു കൊട്ടേഷൻ ആണ് അതല്ലേ, കർത്താവിൽ ആനന്ദിക്കുക, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു സന്തോഷിക്കണം. അപ്പൊ നമ്മൾ സന്തോഷം നിറഞ്ഞ മുഖത്തോടുകൂടി ആയിരിക്കണം ആളുകളെ സംബോധന ചെയ്യുന്നത്. നമ്മൾ തന്നെ കരഞ്ഞു കലങ്ങിയ മുഖമായിട്ട് പോയത് എന്ന് പറഞ്ഞാൽ, ഒരു മൃതദേഹത്തിന്റെ അരികിൽ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ 32 പല്ലും കാട്ടി ചിരിക്കണം എന്നല്ല അർത്ഥമാക്കുന്നത്. അതിനാണ് നമ്മൾക്ക് ദൈവം വിവേകം തരുന്നത്. വിവേകത്തോടു കൂടി പെരുമാറുക. മറ്റൊന്ന്, പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ എല്ലാവരെയും നോക്കണം. ഇവിടെയുള്ള ഇപ്പൊ ഇതിനകത്ത് രാജിക്കുട്ടിയുണ്ട്, മേരിയുണ്ട്, 2 മേരിമാരെ കണ്ട്, പിന്നെ ശോഭ, പിന്നെ ജെയ്സൺ സാറ്, ഇവരെയൊക്കെ ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട്. എലിസബത്ത്, ലൈല, ലെക്സി ജെയിംസ്, ഇവരെയൊക്കെ കാണുന്നുണ്ട്. എല്ലാവരുടെയും അവരുടെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ എല്ലാവരെയും നോക്കണം, ഒരു പോയിന്റിലേക്ക് മാത്രം നോക്കരുത്. നമ്മുടെ കുട്ടികളൊക്കെ പ്രസംഗം പറയുന്നത് കേട്ടിട്ടില്ലേ, ഭിത്തിയുടെ ഏതെങ്കിലും ഒരു വശത്തോട് മാത്രം നോക്കും. അങ്ങനെ നോക്കരുത്, എല്ലാവരെയും നോക്കണം. എല്ലാവരിലേക്കും നമ്മുടെ കണ്ണുകൾ എത്തണം. അങ്ങനെയാണെങ്കിൽ 1000 പേര് ഇരിക്കുന്നിടത്തും ആരെങ്കിലും ഒരാൾ ഉറങ്ങിയാൽ നമുക്ക് അയാളെ നോക്കുവാണെങ്കിൽ അയാൾ ചാടി ഇടിച്ചുള്ളൂ. അതാണ് മനുഷ്യ മനസ്സിന്റെ മാന്ത്രിക ശക്തി എന്ന് പറയുന്നത്. എല്ലാവരും നോക്കുക, പറയുന്ന ഭാഷ, വിഷയം നമുക്ക് നന്നായിട്ട് അറിയണം. ഞാൻ എന്ത് വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ആ വിഷയത്തെ കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാനുള്ള കഴിവുണ്ടായിരിക്കണം. എല്ലാ വശത്തു നിന്നുള്ളൊരു അറിവ് നേടിയെടുക്കണം. നമ്മള് ഇപ്പൊ ഇടയ്ക്ക് നമുക്ക് ഈ പിന്നെ ഒരുപാട് 1 മണിക്കൂറിന്റെ ഒക്കെ പ്രസംഗമാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഉദാഹരണത്തിന്, ഞാന് പാലായിൽ നിന്ന് തൃപ്പൂണിത്തറ വരെ പോകാൻ 1.5 മണിക്കൂർ എടുത്തു. തിരിച്ച് തൃപ്പൂണിത്തറ നിന്ന് പാലായിക്ക് 90 മിനിറ്റ് എടുത്തു. ശരിയാണ്? അങ്ങോട്ട് എങ്ങനെയാ പോയെ, ഇങ്ങോട്ട് എങ്ങനെയാ പോയെ? അപ്പൊ തന്നെ നമ്മുടെ ഇതിലൊരു ആൾക്കാര് ചിന്തിക്ക് 90 മിനിറ്റ് എന്ന് പറയുന്നതാണോ 1.5 മണിക്കൂർ എന്നുള്ള ചിന്ത പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടി വന്നവരില്ല. പിള്ളേരൊന്നും അങ്ങനെ ഒരിക്കലും ചിന്തിക്കാറില്ല. മുതിർന്നവരാണെങ്കിൽ ഒരു പക്ഷേ ചിന്തിച്ചിരിക്കും, അല്ലേ? അപ്പൊ ഇടയ്ക്കോ അങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ തമാശകളൊക്കെ പറയുന്നത് നന്നായിരിക്കും. നമ്മൾ ചോദിക്കുകയാണോ, 1 ആണോ 2 ആണോ വലുത്? 1 ആണോ 2 ആണോ വലുത്? ഇമ്മിണി വലിയൊന്ന്. ഒന്നൊന്നും ചെറുപ്പം ഇമ്മിണി വലിയൊന്നെന്ന് നമ്മുടെ ബഷീർ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോ 1 ആണോ 2 ആണോ വലുത്? അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോ നമ്മൾ 1 വലുത് എന്ന് പറഞ്ഞാൽ 2 മക്കളുണ്ടെങ്കിൽ 1ാമത്തെ ആളാണ് വലിയ ആള്.
രണ്ടാമത്തെ ആള് ചെറിയ ആള്. പൊക്കത്തിലല്ല ഉദ്ദേശിക്കുന്നത്, വലിപ്പമാണ് ഉദ്ദേശിക്കുന്നത്. സ്കൂളിൽ വരുമ്പോ നമ്മൾ കണക്ക് പഠിക്കുമ്പോ എന്താ, 1 ചെറുത് 2 വലുത് അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില ടിപ്സുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. പിന്നെന്താ, നമ്മൾ ശരിക്കും ജീവിക്കുന്നത് വസ്ത്രത്തിനും വീടിനും ഭക്ഷണത്തിനും വേണ്ടിയിട്ടല്ല അല്ലെ? അതിനല്ല ജീവിക്കുന്നത്, അതിനപ്പുറം എന്തോ ഒന്നുണ്ട്. മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 4 പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, മനുഷ്യന്റെ മനസാക്ഷിയുണ്ട്. മൃഗങ്ങൾക്ക് ആ സാധനം ഇല്ല. ഒരു സിംഹത്തെ കൊന്നിട്ട് കൂർക്കം വലിച്ചു കിടന്നുറങ്ങും. മനുഷ്യന് അത് ചെയ്യാൻ പറ്റില്ല. മനസാക്ഷിയുണ്ട് അവന്റെ മനസ്സിൽ അല്ലെ? മറ്റൊന്ന്, മനുഷ്യന് ആത്മാവുണ്ട്. ഒരു പൂച്ച ചാകാൻ കിടക്കുമ്പോൾ നമ്മൾ ആംബുലൻസ് വിളിച്ച് ആശുപത്രി കൊണ്ടുപോകാറില്ല, ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടിയിട്ട് ഓടാറുമില്ല. അതേസമയം നമ്മുടെ വീട്ടിലെ വല്യമ്മച്ചി മരിക്കാറായി കിടക്കുമ്പോൾ നമ്മൾ ആംബുലൻസ് വിളിച്ച് ആശുപത്രി കൊണ്ടുപോകും, ഓക്സിജൻ സിലിണ്ടറും കൊണ്ട് പോകും. എന്തിനു വേണ്ടിയിട്ടാ? അമ്മച്ചിയിൽ അമർത്യമായ ഒരു ആത്മാവുണ്ട്, പൂച്ചയിലത് ഇല്ല. നമ്മൾ മനുഷ്യരും കിരിയക്കുകളും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്നാണ്. മറ്റൊന്ന്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. 7:20 7:25 കൂടെ ഉള്ളു കേട്ടോ. മറ്റൊന്ന്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താ? കടിച്ചാൽ തിരിച്ചു കടിക്കുന്നത് സ്വാതന്ത്ര്യമല്ല. ഉദാഹരണത്തിന് ചൈനയിലെ പട്ടി പിന്നെ അമേരിക്കയിലെ പട്ടി ചൈനയിലേക്ക് ചെന്നു. ചൈനയിൽ ചെന്നിട്ട് അമേരിക്കയിലെ അവിടെ ചെന്ന് കടിപിടി കൂടി ഒരു കുറച്ച് ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിക്കുകയാണ്. അപ്പൊ ചൈനയിലെ പട്ടി പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയല്ല, ഞങ്ങൾ ബെയ്ജിങ്ങിലെ തെരുവിൽ കറക്റ്റ് 8 മണിക്ക് സൈറം മുഴങ്ങുമ്പോൾ ഇറങ്ങും. ഞങ്ങൾക്ക് ഈക്വൽ ആയിട്ട് ഒരു കഷ്ണം റൊട്ടിയും 1 കഷ്ണം ഇറച്ചിയും കിട്ടും. ഞങ്ങൾ പിന്നെ അപ്പൊ അമേരിക്കയിലെ പട്ടി ചോദിക്കും, എന്തിനാണ് ഈ കളർ ട്രെയിൻ കയറി ഇവിടെ വന്നത്? ഒന്ന് കുരയ്ക്കാൻ വേണ്ടിയിട്ടാ. ചൈനയിൽ ഞങ്ങൾക്ക് കുരയ്ക്കാൻ പറ്റിയല്ല, അപ്പം ഇവിടെയാണ് ഞങ്ങൾക്ക് കുരയ്ക്കാം, അപ്പൊ ഒന്ന് കുരയ്ക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വെറുതെ കിടന്ന് കുരയ്ക്കുന്നതിലല്ല, അവനവനെ ജയിക്കുന്നതിലാണ് സ്വാതന്ത്ര്യം അടങ്ങിയിരിക്കുന്നത് അല്ലെ? അവനവനെ ജയിക്കുക. അപ്പൊ മനുഷ്യന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് ആത്മാവുണ്ട്, മനസാക്ഷിയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ബുദ്ധിയുണ്ട് അല്ലെ? ബുദ്ധിയുണ്ട്. ഒരു പിന്നെ നമ്മുടെ കൈവിരല് മുറിച്ച് നമ്മൾ നട്ടുവെച്ചാൽ അടുത്ത വർഷം കൈവിരൽ ഉണ്ടായി വരുന്നില്ല, അല്ലെ മനുഷ്യനുണ്ടായി വരുന്നില്ല. ഒരു കപ്പയുടെ തണ്ട് മുറിച്ച് കുഴിയില്ല മണ്ണിൽ കുഴിച്ചു വെച്ചാൽ 6 മാസം കഴിയുമ്പോൾ കപ്പയുണ്ടാവും അല്ലെ? നമുക്ക് ബുദ്ധിയുണ്ട്, എന്താണ് ചെയ്യേണ്ടത് തിരിച്ചറിവുണ്ട്, വിവേകമുണ്ട്. അത് ദൈവം തന്നതാണ്, അത് നന്നായിട്ട് വിനിയോഗിക്കുക. കാലബോധവും ദേശബോധവും നമുക്കുണ്ടായിരിക്കണം. പ്രസംഗകൻ ഉണ്ടായിരിക്കേണ്ടതാണ് കാലബോധവും ദേശബോധവും സമയബോധവും. തിരിയക്കൾക്ക് അതില്ല, മനുഷ്യനതുണ്ട്. മനുഷ്യനത് നന്നായിട്ട് വിനിയോഗിക്കുക. പിന്നെന്താണ് പറയുന്നത്, നമ്മളിപ്പോ സ്പിരിച്വൽ ആത്മീയ ജീവിതമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പ്രസംഗത്തിന്റെ ശൈലിയും പ്രസംഗത്തിന്റെ രീതിയൊക്കെ വേറൊരു ടോണാവും, വേറെ വാക്കുകളാവും. അപ്പോ സമയമായി. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ജെയ്സൺ സാറിനെ കാണുന്നില്ല. ഇത് നമ്മൾ പറയും, ഓ എന്തൊരു നരകമാണ്, നരകത്തിലാണ് നമ്മൾ ജീവിതം. പിന്നെ കാണുമ്പോ പിന്നെ പറയാൻ തോന്നും. അതാ അപ്പൊ അങ്ങനെ പാട്ടുണ്ടല്ലോ, മലയാള സിനിമയിലെയാണെന്ന് തോന്നുന്നു. ഈ നരകത്തീന്നെ കരകെട്ടിടനെ തിരുവയ്ക്കം വാഴും ശിവശംഭോ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട് അല്ലേ? ആ പാട്ടിനേക്കാൾ കൂടുതൽ ഇത് നരകമല്ല, ഇത് സ്വർഗമാണ് അല്ലേ? നമുക്ക് തരുന്ന വേറൊരു ഉണ്ടല്ലോ, നമുക്ക് പനിനീരുവിരുന്ന പർദീസമേ താരേ മനുഷ്യനാൽ ദൈവം. കണ്ടോ? അപ്പൊ പനിനീര് വിരിയുന്ന പർദീസയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം. എല്ലാവർക്കും നന്ദി. മംഗളം നേരുന്നു ഞാൻ മനസ്സിന്, മംഗളം നേരുന്നു ഞാൻ. ഓക്കെ, താങ്ക് യു. സൂപ്പർ സൂപ്പർ സൂപ്പർ. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സിസ്റ്റർ. ഓക്കെ, താങ്ക് യു. ബൈ. വെൽക്കം. നമ്മൾ പ്രസംഗം തീരുമ്പോഴേ നമ്മൾ നന്ദി നമസ്കാരം അങ്ങനെ 2 വാക്ക് പറയാറുണ്ടല്ലോ, അതിന്റെ ആവശ്യമുണ്ടോ? ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയോ? ഞാനാണെങ്കിൽ പറയില്ല, അതിന് കുഴപ്പമില്ല, പറയുന്നതിന് കുഴപ്പമില്ല. ഞാനാണെങ്കിൽ പറയുന്നത് എല്ലാവർക്കും ഹൃദ്യമായ നന്ദി.
അല്ലെങ്കിൽ എല്ലാവർക്കും നന്ദി. നന്ദി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു വേറൊരു വികാരമല്ലേ, എന്നെ ഇത്രയും നേരം സഹായിച്ചല്ലോ, അല്ലെങ്കിൽ എനിക്കൊരു നല്ല കാര്യം കിട്ടിയല്ലോ എന്നുള്ള ആ ഒരു വികാരമല്ലേ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. നമസ്കാരം അവിടെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പറഞ്ഞില്ലേലും കുഴപ്പമില്ല. താങ്ക് യു സിസ്റ്റർ. പിന്നെ ഇടയ്ക്കുള്ള പ്രിയപ്പെട്ടവരെ വഴിയൊക്കെ നിർത്തുന്നതല്ല. പ്രിയപ്പെട്ടവരെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പ്രിയപ്പെട്ടവരെ അതെങ്കിലും നമ്മളെല്ലാം പ്രിയപ്പെട്ടാണെന്ന് അറിയാം. മാത്രമല്ല അതിനകത്തൊരു സത്യസന്ധതയില്ലായ്മയുണ്ട്. എല്ലാവരും പ്രിയപ്പെട്ടവരായിരിക്കണം എന്നില്ല, നമുക്ക് അറിയത്തില്ലാത്ത ഒത്തിരി പേരില്ലേ. ഞാനാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കും. കാരണം അതിനകത്ത് സത്യമില്ല, സത്യമുള്ളത് മാത്രമേ നമ്മൾ പറയാവൂ. കാരണം സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ. എനിക്കത് നല്ല ഉറപ്പുണ്ട്. സത്യമേ ജയിക്കൂ. സത്യം നിങ്ങളെ സ്വതന്ത്രരായി. ഈശോയാണ് സത്യം. സിസ്റ്റർ, ഒരു സംശയം. ഈ പ്രസംഗ മത്സരം ഒക്കെ നടത്തുമ്പോഴേ, പ്രസംഗ മത്സരത്തിന് കുട്ടികളെ നമ്മൾ പങ്കെടുപ്പിക്കുമ്പോൾ അവിടെ പറഞ്ഞതുപോലെ നന്ദി നമസ്കാരം എന്ന് പറയാറില്ലേ? അവിടെ പറയാറുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, അതിന് കുഴപ്പമില്ല, നമുക്ക് ഉപയോഗിക്കാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രസംഗ മത്സരത്തിന് പോകുന്നത് വ്യത്യാസമുണ്ട്. അതിനകത്ത് ആർട്ടിഫിഷ്യലാണ് സംഭവം അല്ലെ, കൃത്രിമത്വത്തോടുകൂടിയാ നമ്മൾ എഴുതി തയ്യാറാക്കി അല്ലെങ്കിൽ കാണാതെ പഠിച്ച് അങ്ങനെയൊക്കെ പോയി പറയുന്ന പ്രസംഗങ്ങളാണ്. അതല്ലാതെ നമ്മൾ ഓഡിയൻസിനെ ഫേസ് ചെയ്തിട്ട് നമ്മളുടെ ആശയം ഓഡിയൻസുമായി സംവദിക്കുന്ന രീതിയിൽ അവരുടെ മൈൻഡുമായിട്ട് നമ്മുടെ മനസ്സും കൂടെ ചേർത്ത് വെച്ച് പറയുന്നതിനകത്ത് നന്മ ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിച്ച് പറയുന്നതിനകത്ത് വ്യത്യാസമുണ്ട്. മറ്റേത് എനിക്ക് പ്രൈസ് കിട്ടണം എന്നുള്ള, വേറൊരുത്തനെ പരാജയപ്പെടുത്തിയിട്ട് എനിക്ക് പ്രൈസ് കിട്ടണം എന്നുള്ള ചിന്തയിലാണല്ലോ അവിടെ പ്രസംഗിക്കുന്നത്. അതിനകത്ത് ഒരു ഇവിടെ നമ്മൾ ആരെയും പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും എന്റെ സഹോദരങ്ങൾ, അവരെല്ലാം വളരണം, അങ്ങനെയുള്ള ഒരു ചിന്ത, ഒന്നുകൂടെ സ്നേഹിക്കണം, ഒന്നിക്കണം എന്നൊക്കെയുള്ള അങ്ങനെയുള്ള നല്ല ചിന്ത വരും. നമ്മുടെ മനോഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ചിന്തിക്കുന്ന അനുസരിച്ചാണല്ലോ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. സിസ്റ്റർ ഒത്തിരി നന്ദി. വളരെ ലളിതമായി സരളമായും സിസ്റ്ററിന്റെ കൂടെ സമയം കടന്നു പോയത് അറിഞ്ഞതേ ഇല്ല. ചിന്തിക്കുകയും അതുപോലെ തന്നെ എന്താ പറയാ, ചിരിപ്പിക്കുകയും കൂടെ ഒരു യാത്രയായിരുന്നു. ആരോഹണ അവരോഹണ ക്രമത്തിലൂടെ സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് പല ചിന്തകളിലൂടെ കടന്നുപോയിക്കൊണ്ട് ഓരോ സന്ദർഭത്തിലും എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഓരോ പ്രസംഗവും എങ്ങനെയാണ് എത്രത്തോളം സന്ദർഭത്തിന് അനുയോജിതമായിട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ലളിതമായ ഭാഷയിൽ എല്ലാവരെയും ചേർത്തെടുത്തുകൊണ്ട്, ബിക്കോസ് ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നത് പലരും പല തലങ്ങളിൽ നിന്നുള്ളവരാണ്, എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ ലളിതമായി പറഞ്ഞു തന്നതിനും ഇങ്ങനെ ഒരു അവസരത്തിൽ ഞങ്ങളോട് ചേർന്നതിനും ഒരുപാട് നന്ദി. എല്ലാവിധ ആശംസകളും ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടാകട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ് വിഷസ് സിസ്റ്റർ. താങ്ക് യു. ഓക്കെ, നന്ദി. നിങ്ങളോട് എനിക്ക് ആരെയും അന്ന് അറിയത്തില്ല. ജീസൻ സാറിനെ മാത്രം ശബ്ദം കേട്ടിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തെ ഇതിന്റെ ഓൺലൈനിൽ കാണുന്നു. ശോഭ മിസ്സിന്റെയും സ്വരം കണ്ടു, പക്ഷെ സ്വരം കേട്ടു, അല്ലാതെ ആരെയും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിന് നിങ്ങൾക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി. ജേസൺ സാറിന് പ്രത്യേകം നന്ദി. യേശുദാസനാണ് ജേസൺ സാറിന് എന്റെ നമ്പർ കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനെ എനിക്ക് പരിചയമുണ്ട്, ഞാൻ അവിടെ ക്ലാസ് വെക്കാനൊക്കെ പോകുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ചേർക്കണേ. പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി. തെരേ സിസ്റ്ററിനെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമെന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം പിന്നാലെ വന്നോളൂ. തീർച്ചയായും ആശയവിനിമയം നടത്താനുള്ള കഴിവാണ് ഏറ്റവും എന്ന മഹത്തായ ചിന്ത ഉൾപ്പെടെ വളരെ വിശദമായി പ്രസംഗകലയിൽ ഭാഷയുടെ മൂല്യമേറിയ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് അറിവുകൾ പകർന്നു വന്ന ഡോക്ടർ തെരേസ ആലഞ്ചേരിക്ക് നന്ദിയും പ്രാർത്ഥനയും നേരുന്നു. ഒരു സുനിശ്ചിത സാധ്യതയേക്കാൾ നല്ലത് അസാധ്യമെന്ന് തോന്നിക്കുന്ന സാധ്യതയാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് അസാമാന്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനാകും. ഇന്നത്തെ ക്ലാസ് ക്രോഡീകരിക്കുന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഈ ദൗത്യം നമുക്കായി ഏറ്റെടുത്തിരിക്കുന്നത് ഷെവലിയർ ഡോക്ടർ പ്രിമൂസ് പെരിഞ്ചേരി സാറാണ്. മലയാള ഭാഷയെയും സാഹിത്യത്തെയും പ്രത്യേകിച്ച് കേരള റോമൻ കത്തോലിക്ക സഭയെയും അത്രമേൽ സേവിച്ച വിശിഷ്ട വ്യക്തിത്വമാണ് ഇന്നത്തെ നമ്മുടെ ആദരണീയനായ അതിഥി ഡോക്ടർ പ്രിമൂസ് പെരിഞ്ചേരി സർ. കോളേജ് അധ്യാപകൻ, മലയാളം വകുപ്പ് അധ്യക്ഷൻ, പത്രാധിപ സമിതി അംഗം, വിവിധ സെമിനാറുകളിൽ ഭാഷാ അധ്യാപകൻ, ആലുവ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സെനറ്റ് അംഗം തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മിഷണറി വ്യാകരണം,
17-18 നൂറ്റാണ്ടുകളിൽ എന്ന ഗവേഷണ പ്രബന്ധത്തിന് ഡോക്ടറേറ്റ്. നോവലുകൾ, വിവർത്തനം, എഡിറ്റഡ് കൃതികൾ, TOC സന്മാർഗ പാഠാവലി, ഗവേഷണ പ്രബന്ധം, ലേഖന സമാഹാരം തുടങ്ങി 13 പുസ്തകങ്ങൾ. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ, ആത്മാവിൽ ഒരു പള്ളിയുണ്ട് തുടങ്ങി പ്രസിദ്ധമായ 100 കണക്കിന് ഗാനങ്ങൾ, TV പ്രോഗ്രാമുകൾ, TOC നിയമം, പഴയ നിയമം, പുതിയ നിയമം, ലത്തീൻ സഭയുടെ കാനോൻ നിയമം, 2018 പുറത്തിറങ്ങിയ റോമൻ മിസാൾ തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ ഭാഷാ സംശോധനം. ഉദയംപെരൂർ സുനുഹദോസ് കാനോനുകൾ എന്ന ഒറ്റ ഗ്രന്ഥം മതി അദ്ദേഹത്തിന്റെ ചിന്തയുടെ ഔന്നിത്യവും എഴുത്തിന്റെ ആഴവും ഭാഷയുടെ വൈവിധ്യവും മനസ്സിലാക്കാൻ. സ്ത്രീ സമത്വത്തിനും അധസ്ഥിത നവോത്ഥാനത്തിനും പതിത സമുദ്ധാരണത്തിനും വേണ്ടി എഴുതപ്പെട്ട പ്രഥമ പരിവർത്തന രേഖകൾ കൂടിയാണിത്. അദ്ദേഹത്തെ ഹൃദയത്തിന്റെ ഭാഷയിൽ ക്ലാസിന്റെ ക്രോഡീകരണത്തിനായി ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാം സർ, കേൾക്കാം. കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. KRLC BCയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പ്രഭാഷണ പരിശീലന പദ്ധതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ മുഖ്യ സംഘാടകനായ എൻ്റെ സുഹൃത്ത് ജെയ്സൺ ആദപ്പള്ളി, ഇതിൻ്റെ ആദരണീയനായ മോഡറേറ്റർ, മനോഹരമായ ഒരു ആമുഖ പ്രഭാഷണം നടത്തിയ ഡോക്ടർ സിസ്റ്റർ മോളിക്കുട്ടി എന്ന് ഞങ്ങൾ വിളിക്കും, പക്ഷേ തെരേസ ആലഞ്ചേരി എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ പ്രശസ്ത കവയിത്രിയാണ്, പ്രഭാഷികയാണ്, പ്രഭാഷക അല്ല കേട്ടോ, പ്രഭാഷിക ആണ്. അതുപോലെ തന്നെ പ്രൊഫസറാണ്, കോളേജ് പ്രൊഫസറാണ്. നമ്മുടെ സെന്റ് ആൽബർട്ട്സ് കോളേജ് അവരെ ഗസ്റ്റായിട്ട് വന്നു. അതിനുശേഷം ഇപ്പോൾ തേവര കോളേജിൽ, SH കോളേജിലാണ് അവർ പഠിപ്പിക്കുന്നത്. ഏതാണെങ്കിലും വളരെ മനോഹരമായ രീതിയിൽ കവിതകൾ എഴുതുകയും ആലപിക്കുകയും ഭാഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന സിസ്റ്ററുടെ ക്ലാസ് വളരെ മനോഹരമായിരുന്നു എന്ന് പറയാൻ എനിക്ക് രണ്ടാമത് ഒന്നും ആലോചിക്കേണ്ടതില്ല. ഞാൻ തന്നെ വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ ഒരു വാർഷിക സംഗമത്തിന് സിസ്റ്ററെ ക്ലാസ് എടുക്കാൻ ക്ഷണിച്ചുകൊണ്ട് പോയി. എൻ്റെ ദൈവമേ, ഒരു അനുഭവമായിരുന്നു എന്നാണ് കേട്ട ആളുകളെല്ലാം പറയുന്നത്. അത്രയും സുന്ദരമായി ഹൃദയത്തിലേക്ക് നടന്ന് കയറുന്ന ഭാഷയിൽ അവർക്ക് സംസാരിക്കാൻ അറിയാം. അത് നിങ്ങൾ കേട്ട്, നിങ്ങൾ അനുഭവിച്ചു, നിങ്ങൾ മനസ്സിലായി. അപ്പോൾ കൂടുതൽ റെഫറൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. സുന്ദരമായി സംസാരിക്കാൻ അവർക്കറിയാം, നമ്മളെ പ്രചോദിപ്പിക്കാൻ അറിയാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. അങ്ങനെയുള്ള ആ സിസ്റ്റർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ അനുബന്ധ പ്രഭാഷണത്തിലേക്ക്, അല്ലെങ്കിൽ അനുപൂരക പ്രഭാഷണത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. പ്രസംഗം എന്ന് നമ്മൾ സാധാരണ പറയുന്നത് സ്പീച്ച് അല്ലെങ്കിൽ ടോക്ക് എന്ന അർത്ഥത്തിലാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പക്ഷേ അത് സംസ്കൃതം അറിയാവുന്ന ആളുകൾ പൊതുവെ സമ്മതിച്ചു തരില്ല. പ്രസംഗം എന്ന വാക്കിന് സ്പീച്ച് അല്ലെങ്കിൽ ടോക്ക് എന്ന അർത്ഥമില്ല എന്നവർ പറയും. പിന്നെ നമ്മൾ സാധാരണ അങ്ങനെ പറഞ്ഞ് ശീലിച്ചു ഓക്കെ എന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ. പ്രസംഗം എന്ന വാക്കിന് സന്ദർഭം എന്നാണ് അർത്ഥം. അതുകൊണ്ട് ശരിക്കും പറയേണ്ടത് പ്രഭാഷണം എന്നാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, കാരണം പ്രസംഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നാടോടി ശൈലിയായിപ്പോയി. അതുകൊണ്ട് പ്രസംഗകൻ, പ്രസംഗിക എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ തീർച്ചയായിട്ടും അത് അംഗീകരിക്കണം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, തർക്കിക്കുന്നില്ല ഞാൻ. എങ്കിലും ശരിയായ വാക്ക് പ്രഭാഷണം എന്നാണ് കേട്ടോ. സ്പീച്ച് എന്ന അർത്ഥത്തിൽ നമ്മൾ പറയേണ്ടത് അങ്ങനെയാണ്. ഇനി പ്രസംഗം എന്ന് പറയുന്നത് വാക്കുകളിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയാണല്ലോ പ്രസംഗം എന്ന് പറയുന്നത്. എഴുത്തല്ല, അത് ലേഖനമാണ്, ലിഖിതമാണ്. ഇതങ്ങനെയല്ല, നമ്മൾ വാക്കുകളിലൂടെ. വാക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാശയം അവതരിപ്പിക്കാൻ വേണ്ടി നാം സ്വീകരിക്കുന്ന മാധ്യമമാണ് ഈ ഭാഷയെന്ന് പറയുന്നത്. ലാംഗ്വേജ്, ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്: ലാംഗ്വേജ് ഈസ് ദ മീഡിയം ടു എക്സ്പ്രസ് അവർ ഐഡിയാസ്. നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി നാം സ്വീകരിക്കുന്ന മാർഗമാണ് ഭാഷ. ഭാഷയിലൂടെയാണ് നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ലിഖിതം വേറെ, എഴുത്ത് വേറെ, അത് വേറെ. ഇത് സംഭാഷണത്തിലൂടെ സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ ആശയം മറ്റുള്ളവരിലേക്ക് സംക്രമിപ്പിക്കുന്നത്, സന്നിവേശിപ്പിക്കുന്നത് ഭാഷയിലൂടെയാണ്. ഭാഷ എന്നാൽ ഭാഷിക്കാനുള്ളത്, സംസാരിക്കാനുള്ളത് എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ പ്രഭാഷണത്തെ കുറിച്ച് പറയുമ്പോൾ
ഭാഷയുടെ രൂപത്തിലുള്ള ആ സമീപന രീതിയെയും ശൈലിയെയുമാണ് സാധാരണഗതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത്തരം സന്ദർഭങ്ങളിൽ എന്നതിനെ കുറിച്ച് വളരെ ആധികാരികമായി സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ അനുബന്ധം അല്ലെങ്കിൽ അനുപൂരകം എന്നതിൽ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ മാത്രമാണ് ഞാൻ ഈ ചുരുങ്ങിയ സമയം ഉപയോഗിക്കുന്നത്. മുഖ്യപ്രഭാഷണത്തിന്റെ 4/1 എടുക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. എങ്കിലും പോയിക്കോട്ടെ, കുറച്ച് സമയം ഞാൻ പറയാം. നല്ല ഒന്നാം തരം പ്രസംഗം അല്ലെങ്കിൽ പ്രഭാഷണം എന്ന് പറയുന്നത് മനോഹരമായ രീതിയിൽ കേൾവിക്കാരന്റെ ശ്രോതാവിന്റെ മനസ്സിലേക്ക് ആശയങ്ങൾ കടത്തിവിടാൻ കഴിയുന്ന വക്താവിന്റെ ആ കഴിവിനെയാണ് നമ്മൾ നല്ല പ്രഭാഷണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ടാളുകളുണ്ട്. ഒന്ന് ശ്രോതാവ്, കേൾക്കുന്നയാൾ. ഒന്ന് വക്താവ്, പറയുന്നയാള് എന്താണോ പറയുന്നത് അത് കേൾക്കുന്നയാളുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലണം. അതിന് തടസ്സമൊന്നും ഉണ്ടാകാൻ പാടില്ല. ആ രീതി അവലംബിക്കണം. അപ്പോഴേ നല്ല പ്രസംഗമാകും. ഒരാൾ വന്ന് പ്രസംഗിച്ചിട്ട് ഒരു ചുക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ, എന്താ പറഞ്ഞെന്ന് ഒരു പിടിയുമില്ല എന്ന് പറഞ്ഞാൽ ആ പ്രസംഗം വൻ പരാജയമായിരുന്നു എന്നല്ലേ അർത്ഥം. അതേസമയം ദൈവമേ എന്ത് മനോഹരമായ പ്രസംഗമായിരുന്നു, അദ്ദേഹം പറഞ്ഞ ആശയങ്ങൾ മുഴുവൻ ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറിയിരിക്കുന്നു എന്ന് ആരെങ്കിലും പറയാനിടയായാൽ അത് ആ പ്രഭാഷകന്റെ സുഹൃതമാണെന്ന് പറയാം. അതാണ് ഇവിടെ വേണ്ടത്. നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം സംസാരിക്കാൻ. ഇനി പ്രഭാഷണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ വ്യക്തവും സ്ഫുടവും ഉച്ചാരണ ശുദ്ധിയുള്ളതുമായ ഭാഷയിൽ വേണം സംസാരിക്കാൻ എന്നതാണ്. അത് ശ്രദ്ധിക്കണം. ഖരം, അധിഖരം, മൃദു, ഘോഷം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പല അക്ഷരങ്ങൾക്കെല്ലാം പല ഇത് കൊടുത്തിട്ടുണ്ട്, സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം വേണ്ട രീതിയിൽ പാലിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഉദാഹരണത്തിന്, രാധേ നീ ഒരു കഥ പറയൂ എന്ന് പറഞ്ഞിരിക്കട്ടെ, പ്രായം മനസ്സിലായി. അതേസമയം അത് നല്ല ഖരമായിട്ട് ഉച്ചരിക്കേണ്ട വാക്കുകളാണത്, അക്ഷരങ്ങളാണതില്ല. അതിനു പകരം മൃദുവായി ഉപയോഗിച്ചാലോ, രാധേ ഒരു കഥ പറയൂ എന്ന് പറഞ്ഞാലോ കേൾക്കുന്നവർക്ക് ചിരി വരും അല്ലേ. രാധേ കഥ പറയും. രാധയുടെ ധായും കഥയുടെ ധായും ശരിക്കും പറഞ്ഞാൽ 2 അക്ഷരങ്ങളാണ്, വ്യത്യസ്തമായ അതിന്റെ ഉച്ചാരണമെങ്കിൽ ഏകദേശം ഒരേപോലെ അങ്ങ് പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരച്ഛൻ സംസാരിക്കുകയാണ്, നിങ്ങളെല്ലാവരും ഈ പള്ളിയുടെ മൂലയ്ക്കും അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുന്നത് എന്താ, നിങ്ങളെല്ലാം പള്ളിയുടെ മധ്യത്തിലേക്ക് കടന്നിരിക്കൂ എന്ന് പറഞ്ഞു കേട്ടെ, നമുക്ക് ചിരി വരും. പള്ളിയുടെ മദ്യം എന്ന് പറഞ്ഞാൽ പള്ളി എന്താ കള്ളാണോ, എന്താണ് സംഭവം അറിയില്ല. അതേസമയം നിങ്ങൾ മദ്യം ഉപയോഗിക്കരുത്, മദ്യം ദോഷം ചെയ്യും എന്നെല്ലാം പറയുമ്പോഴും നമുക്ക് ചിരി വരും. ഉച്ചാരണ ശുദ്ധി എന്നതുപോലെ തന്നെ ഖരം, അധികരം, ഘോഷം, മൃദു ഇങ്ങനെയുള്ള അക്ഷരങ്ങളുടെ പ്രയോഗത്തിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ മഹാകുഴപ്പമാണ്. ഒരു നാടകത്തിലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാനന്ന് സംവിധായകനാണ്, നിങ്ങളുടെ വികാരത്തിനാണ് സംവിധായകൻ. അപ്പോൾ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത നാട്ടിലെ കുറച്ച് പേരെയൊക്കെയാണ്, കലാകാരന്മാരൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന് ചോദിക്കേണ്ട ഒരു ഭാഗമുണ്ട്. അതിന് അയാൾ പറഞ്ഞു വരുമ്പോൾ എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്നായിപ്പോവും. അല്ല, അത് ശരിയല്ല. ഒരു ഗൗരവമുള്ള കഥാപാത്രമാണ്, വളരെ സീനിയറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കഥാപാത്രമായിട്ട് മാറണം. എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന് തന്നെ പറയണം എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചിരുന്നു. പക്ഷേ ആൾക്ക് വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. ഏതാണെങ്കിൽ വേദിയിൽ നാടകം അവതരിപ്പിക്കുമ്പോൾ അയാൾ ചോദിക്കുന്നത് എന്താണിങ്ങനെ നോക്കി നിൽക്കുന്നത് എന്നായിപ്പോയി. കാരണം രണ്ടിനും അങ്ങോട്ട് ബലം കൊടുത്തുപോയി. എന്താണിങ്ങനെ നോക്കി നിൽക്കുന്നത്? ശ്രദ്ധിക്കണം, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഉച്ചാരണത്തിലൊക്കെ ശ്രദ്ധിക്കണം. എന്നോട് ദയ കാണിക്കണം എന്ന് പറയുന്നതിന് പകരം എന്നോട് ദയ കാണിക്കണം എന്ന് പറഞ്ഞാലോ കേൾക്കുന്നവർ എന്ത് ദയ കാണിക്കാനാണ്? അതുകൊണ്ട് അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. നല്ല മനോഹരമായ രീതിയിൽ സംസാരിക്കുമ്പോൾ ഉച്ചാരണ ശുദ്ധി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ചില ആളുകൾ പാടിയാൽ നമുക്ക് ഒരു ഫീൽ ഉണ്ടാവില്ല, ഒരു വികാരം നമ്മിലേക്ക് കടന്നു വരില്ല. അതേസമയം യേശുദാസ് പാടിയാലോ, അതേപോലെ ഒരു പ്രണയഗാനം കേട്ടാലോ, ഭക്തിഗാനം കേട്ടാലോ, അവ ഉച്ചാരണത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ മനോഹരമായി ഉച്ചാരണ ശുദ്ധിയോടെ സംസാരിക്കാൻ പ്രഭാഷകൻ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആരോടാണ് സംസാരിക്കുന്നത് എന്ന കാര്യം പ്രധാനപ്പെട്ടൊരു
വിഷയമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ശ്രോതാക്കൾ ഏത് കാറ്റഗറിയിൽ, ഏത് വിഭാഗത്തിൽ വരുന്നവരാണെന്ന് ശ്രദ്ധിക്കണം. നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട്, അല്ലെങ്കിൽ ഒരു LKG അല്ലെങ്കിൽ UKG ഉള്ള ഒരു സ്കൂളിലെ നമ്മൾ നഴ്സറി ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു വാർഷിക സമ്മേളനത്തിന് ക്ഷണിക്കപ്പെട്ടാൽ അവരോട് സംസാരിക്കുമ്പോൾ കടുകട്ടിയായ സംസ്കൃത പ്രചുരമായ ഭാഷയിലൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. അവർ ലളിതമായ ഭാഷയിൽ പറയണം, സുന്ദരമായ ശൈലിയിൽ അവരുടെ ഉള്ളിലേക്ക് കടക്കണം. ആ രീതിയിൽ വേണം പറയാൻ. അവിടെ വേണമെങ്കിൽ നമുക്ക് സിസ്റ്റർ പറഞ്ഞ പോലെ നമുക്ക് കഥകളൊക്കെ ഉപയോഗിക്കാം. ആശയപ്രകാശത്തിനുള്ള ഏറ്റവും നല്ല മാധ്യമങ്ങളിൽ ഒന്ന് കഥകളാണ്. അതുകൊണ്ട് കഥകളൊക്കെ ആവാം. പക്ഷേ ചില ആളുകൾ കഥ പറയാൻ വേണ്ടി മാത്രം പ്രസംഗിക്കാൻ വരുന്നത് കണ്ടിട്ടുണ്ട്. അത് അപകടകരമാണ്. അതുകൊണ്ട് കാര്യമില്ല. കഥ പറഞ്ഞിട്ട് കാര്യത്തിലേക്ക് കടക്കാതിരുന്നാലോ? കഥ കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള മാർഗമായിട്ട് വേണം, ഉപാധിയായിട്ട് വേണം നമ്മൾ സ്വീകരിക്കാൻ. അപ്പൊ കഥ പറയണം, പക്ഷെ അത് കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം, അല്ലാണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ ഗാനങ്ങൾ ആലപിക്കാം. സിസ്റ്റർ നല്ല ഒന്നാം തരം പാട്ടുകാരിയാണ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ ഇതിനകം. അതുകൊണ്ട് എന്താ ഗുണമെന്ന് അറിയാമോ? നമ്മുടെ മനസ്സിലേക്ക് അവർക്ക് പറയാനുള്ള ആശയങ്ങൾ കൃത്യമായി കൊണ്ടുവരാനും സാധിക്കും. അങ്ങനെ വേണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതെല്ലാം പ്രധാനപ്പെട്ട. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സമയവും സന്ദർഭവും നോക്കി വേണം സംസാരിക്കാൻ. ഒരു വേദിയിൽ 5-6 പേര് സംസാരിക്കാനുണ്ടെന്നിരിക്കട്ടെ, അതിലാദ്യത്തെ ആൾ സ്വാഗത പ്രസംഗകനാണ്. സ്വാഗത പ്രസംഗം എന്ന് പറയുന്നത് 15, 20, 25 മിനിറ്റ് വരെ നീട്ടി പിടിച്ചു പോയി. പ്രഭാഷണവും മിക്കവാറും അതുപോലെ തന്നെ നീണ്ടുപോകാൻ നിവൃത്തിയില്ല. അദ്ദേഹവും സംസാരിക്കുകയാണ്, അതും കുറെ നീണ്ടുപോയി. പിന്നെയും ഉണ്ട് 2-3 ആശംസാ പ്രസംഗങ്ങൾ. എന്ത് ചെയ്യാൻ പറ്റും? പ്രസംഗിക്കാൻ വിളിച്ചു പോയില്ലേ? അപ്പോൾ ഈ ആശംസാ പ്രസംഗകൻ സൗകര്യവും ഔചിത്യവും നോക്കാതെ ആ പ്രത്യേകത ഉൾക്കൊള്ളാൻ ശ്രമിക്കാതെ അയാളും നീട്ടി വലിച്ചൊരു പ്രസംഗം നടത്തിയാൽ ജനങ്ങൾ എങ്ങനെയാ സഹിക്കുക, അല്ലേ? അപ്പൊ പിന്നീട് വരുന്ന പ്രഭാഷകന്മാരെ അവർ ബുദ്ധിമാന്മാരാണെങ്കിൽ, അല്ലെങ്കിൽ സമയോചിതമായി പ്രവർത്തിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ, ഔചിത്യമുള്ളവരാണെങ്കിൽ, ഈ പ്രസ്ഥാനത്തിന് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇങ്ങനെ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തീർത്ത് കളയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കൂടെ ഇനിയും ആളുകൾ സംസാരിക്കാനുണ്ട്. അധ്യക്ഷനായാലും കൊള്ളാം, സ്വാഗത പ്രസംഗനായാലും കൊള്ളാം, ആരാണെങ്കിലും കൊള്ളാം. നമ്മൾ സമയബന്ധിതമായിട്ട് എത്ര പേരുണ്ട് അത്രയും പേർക്കെല്ലാം സമയം കിട്ടണം. ഒരു 2 മണിക്കൂറിലൊക്കെ കൂടുതൽ, അല്ലെങ്കിൽ 1.5 മണിക്കൂറിൽ കൂടുതൽ ഒരു മീറ്റിംഗ് കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ സാധാരണഗതിയിലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ സമയത്തിന്റെ കാര്യത്തിൽ ഔചിത്യ ബോധം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു, സ്ഫുടമായിരിക്കണം, ആശയം മനസ്സിലേക്ക് കടന്നു ചെല്ലത്തക്ക രീതിയിലുള്ള പ്രഭാഷണമായിരിക്കണം, സമയത്തിന്റെ ആ കാര്യം ഔചിത്യ ബോധത്തോടെ അത് ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം. പിന്നെ വിഷയം സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ വിഷയത്തിനോട് 100% നീതി പുലർത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സംഭാഷണം. ഒരു വിവാഹത്തിന്റെ വാർഷികമോ അതുപോലെ എന്തെങ്കിലും ഉള്ള ഒരു സന്ദർഭത്തിലാണെങ്കിൽ നമുക്ക് അവരെ തീർച്ചയായിട്ടും അനുമോദിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന ആശയമൊക്കെ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. 2 പേരും അത്രമാത്രം സ്നേഹിച്ചും പരസ്പരം ബഹുമാനിച്ചും, അല്ലെ? ആ വിവാഹത്തിന്റെ വാഗ്ദാനത്തിന്റെ ചില വാക്കുകളും പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും എന്നൊക്കെ പറയും. അതൊക്കെ അങ്ങനെയൊക്കെ ജീവിക്കണം. അങ്ങനെയാണ് നിങ്ങൾ ജീവിച്ചതെന്നൊക്കെ പറയാൻ അവരോട് പോയിട്ടുള്ളത് നന്നായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ആ കുഴപ്പം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവരെയൊക്കെ അങ്ങനെ പറയാം. അതേസമയം ഒരു മരണത്തോടനുബന്ധിച്ച് ഒരു പ്രസംഗം നടത്താനായിട്ട് നമ്മൾ ക്ഷണിക്കപ്പെട്ടാൽ, അങ്ങനെയുള്ളൊരു സന്ദർഭം വന്നാൽ, തീർച്ചയായിട്ടും ആ മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ ശോഭായമാനമായ ഏതെങ്കിലും ഒരു വശത്തെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ച് നന്മ നിറഞ്ഞൊരു മനുഷ്യനായിരുന്നു ഇയാൾ എന്ന് സ്ഥാപിച്ച് അങ്ങനെയൊക്കെ കടന്നു പോവുക എന്നല്ലാതെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മുതൽ ഈ യൗവനം, വാർദ്ധക്യം, ഇങ്ങനെയുള്ള എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്ന് വിശദമായി അങ്ങനെയൊന്നും സംസാരിച്ചിട്ട് ഒരു പ്രയോജനമില്ല. അത് ശരിയുമല്ല, അത് ഔചിത്യത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം, ഓർക്കേണ്ട കാര്യം, ഈ പ്രഭാഷകൻ ഓർക്കേണ്ട കാര്യം, എൻ്റെ ഈ പ്രസംഗം കേൾവിക്കാരെ ഉത്തേജിപ്പിക്കാനുള്ളതായിരിക്കണം, അവരെ മാനസികമായി ഉന്നയിപ്പിക്കാനുള്ളതായിരിക്കണം. എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ശ്രോതാക്കളെ കൊണ്ടുവരിക എന്നതാണ് പ്രഭാഷകന്റെ ലക്ഷ്യം എന്നുള്ള കാര്യങ്ങൾ മറന്നു പോകരുത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഏത് സന്ദർഭത്തെയും അതിജീവിക്കുന്ന രീതിയിൽ ആദ്യം പ്രസംഗിക്കുന്നയാൾ, ഇപ്പൊ നമ്മൾ ഡിബേറ്റ് മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരാൾ അനുകൂലിച്ച് പറയുന്നു, ഒരാൾ എഗനിസ്റ്റ്, എതിരായി സംസാരിക്കുന്നു. ഈ 2 പേരും ചിന്തിക്കേണ്ടത് എൻ്റെ ആശയം ജനങ്ങളിലേക്ക് കടന്നു ചെല്ലണം. അങ്ങനെ വേണം ചിന്തിക്കാൻ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം.
ഇതിൽ ഏറ്റവും ശക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളുടെ ഭാഗം ജയിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. ഉദാഹരണത്തിന് വളരെ പ്രസിദ്ധമായ ഒരു ഷേക്സ്പിയറിന്റെ നാടകം ജൂലിയസ് സീസർ എന്നുള്ള നാടകം ഓർമ്മ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ജൂലിയസ് സീസർ നല്ലൊരു ഭരണകർത്താവായിരുന്നു. ഈ സീസറിന്റെ സുഹൃത്തായിരുന്നു ബ്രൂട്ടസ്. ബ്രൂട്ടസും കാഷ്യസും എല്ലാം ചേർന്ന് അദ്ദേഹത്തിൽ ചില പോരായ്മകൾ കണ്ടുപിടിച്ച് അദ്ദേഹം സ്വജന പക്ഷപാതിയാണ്, അധികാര ദുർമോഹിയാണ്, ക്രൂരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെ വധിക്കുന്നു, കൊന്നുകളഞ്ഞു ഇയാളെ. പക്ഷെ റോമാക്കാർക്ക് ഒരു പ്രത്യേക സമ്പ്രദായമുണ്ട്. ഈ ഒരാളോട് എത്രമാത്രം വിരോധമുണ്ടെങ്കിലും അയാളെ കൊന്നുകളഞ്ഞാൽ ശരിയാണ്. അയാൾക്ക് മാന്യമായ ഒരു സംസ്കാര ശുശ്രൂഷ കൊടുക്കേണ്ടത് അവരുടെ അങ്ങനെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു അവര്. ഒരു കൾച്ചർ അങ്ങനെയുണ്ട് അവിടെ. അതുകൊണ്ട് ഇദ്ദേഹത്തിന് വളരെ മാന്യമായ ഒരു യാത്രയപ്പ്, അന്ത്യയാത്രാ മൊഴി നൽകാൻ വേണ്ടി എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇല്ല സാർ, ഇപ്പൊ ഓക്കെയാണ്, ക്ലിയർ ആണ്. ഒരു ശബ്ദം പോലെ കേട്ടതുകൊണ്ട് ചോദിച്ചതാ. അപ്പോ ആദ്യം ഇദ്ദേഹത്തെ കൊന്ന ആ പക്ഷക്കാരിൽപ്പെട്ട ഒരാൾ സംസാരിക്കുകയാണ്. അദ്ദേഹം സംസാരിച്ച് ബ്രൂട്ടസ് ആണ്. ബ്രൂട്ടസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് മുൻകാല സ്നേഹിതനാണ്. അദ്ദേഹമാണ് ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി മുഖ്യ പങ്ക് വഹിച്ചത്. അദ്ദേഹം സംസാരിക്കുകയാണ്, ഇയാളെപ്പോലെ ജൂലിയസ് സീസറിനെ പോലെ ഇത്രയും നിർദ്ദയനായ, ഇത്രയും ക്രൂരനായ, ഇത്രയും ഭീകരനായ, രാജ്യദ്രോഹിയായ ഒരു ഭരണാധികാരി റോമിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തെ വധിക്കേണ്ടത് നമ്മുടെ കടമയായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് വെച്ചുപുറപ്പിക്കാൻ പറ്റില്ല. അതിനു പകരം വേറെ മാന്യനായ, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന, ജനപ്രിയനായ ഒരു നേതാവിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തെ കൊല്ലേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കുത്തിയത്, അദ്ദേഹത്തെ കുത്തിക്കൊല്ലുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്, സ്ഥാപിക്കുകയാണ്. അതുകൊണ്ട് അപ്പൊ ജനങ്ങളെല്ലാം, അവിടെ ഇരിക്കുന്ന ജനങ്ങളെല്ലാം അദ്ദേഹം പറയുന്നതിന്റെ ആ ടോൺ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജൂലിയസ് സീസർ മരിക്കട്ടെ, ജൂലിയസ് സീസർ മരിക്കണം എന്ന് തന്നെ അവിടെ ഇരിക്കുന്ന ജനം മുഴുവൻ ഏറ്റുപറയാണ്. അവിടെ കൂട്ടിയിരിക്കുന്ന പുരുഷാരം വൻപിച്ചൊരു ജനാവലിയുണ്ട്. അവർ ഏറ്റുപറയാണ്, ജൂലിയസ് സീസർ നശിക്കട്ടെ, ജൂലിയസ് സീസർ മരിക്കണം. അത് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ അനുയായിയും സുഹൃത്തുമായ മാർക്ക് ആന്റണി രംഗത്തേക്ക് വരികയാണ്. മാർക്ക് ആന്റണി വന്നിട്ട് അപ്പൊ ജനങ്ങളുടെ വികാരം മുഴുവൻ മരിച്ചുപോയ ജൂലിയസ് സീസറിന് എതിരാണ്. അദ്ദേഹം വധിക്കപ്പെടേണ്ട ആളാണെന്ന് തന്നെയാണ്. പക്ഷേ മാർക്ക് ആന്റണി വന്നിട്ട് പറയുകയാണ്, ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, പ്രിയമുള്ള നാട്ടുകാരെ, സ്നേഹിതരെ. അപ്പൊ തന്നെ ജനം എന്താണ് ഇയാൾ പറയുന്നത് കേൾക്കാലോ എന്നുള്ള അവസ്ഥയിലായി. കാരണം സുഹൃത്തുക്കളെ, സ്നേഹിതരെ, എൻ്റെ പ്രിയമുള്ള നാട്ടുകാരെ എന്ന് വിളിച്ചാണ് തുടങ്ങുന്നത്. അദ്ദേഹം പറഞ്ഞു, ജൂലിയസ് സീസർ ഇവിടെ നേരത്തെ പറഞ്ഞ ബ്രൂട്ടസ് സംസാരിച്ചതുപോലെ നിർദ്ദയനായ ഒരു ഭരണാധികാരിയാണെന്ന് പറയാൻ പലർക്കും തോന്നും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം കുറേയൊക്കെ ക്രൂരത പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം മുഖം നോക്കാതെ നടപടിയെടുത്തപ്പോൾ വേദനയും ദുഃഖവും അനുഭവിച്ച, പരാഭവങ്ങളുണ്ടായ ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പതുക്കെ ആ ബ്രൂട്ടസ് പറഞ്ഞതിന് അനുകൂലമാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ അങ്ങോട്ട് തുടങ്ങിയിട്ട്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജൂലിയസ് സീസർ ജനങ്ങൾ സ്നേഹിച്ചിരുന്നു, ബഹുജനങ്ങളുടെ നന്മ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് ജനങ്ങളുടെ ക്ഷേമമാണ്, നന്മയാണ്. അതിനുവേണ്ടി ചിലപ്പോൾ കർക്കശമായ ചില സമീപനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. മോശമായി പെരുമാറുന്ന ആളുകളോട് മോശമായ രീതിയിൽ തന്നെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാകാം, പെരുമാറിയിട്ടുണ്ടാകാം. ഒരു ഭരണാധികാരി എന്നതിൽ അദ്ദേഹം നീതിമാനായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു എന്നതിന് തെളിവായിട്ട് അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പ്, ഒരു മരണത്തിന്റെ തൊട്ടു മുമ്പ് അദ്ദേഹം എഴുതിയ ഒരു സ്ലിപ്പ്, ഒരു കുറിപ്പ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് കഷ്ണം എടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അതിൽ പറയുന്നു, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്, ജനങ്ങൾക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. അതാണല്ലോ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണഘട്ടം. നിർണായകമായ സന്ദർഭം വരുമ്പോൾ വിട്ടുകളയും, ജനങ്ങളെ തള്ളിപ്പറഞ്ഞ് ആദർശങ്ങളൊക്കെ മാറിപ്പോകുന്ന അവസ്ഥയുണ്ടല്ലോ. ഇതങ്ങനെയല്ല. നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവൻ ബലി കഴിക്കാൻ വരെ ഞാൻ തയ്യാറാണ്.
എൻ്റെ സ്വത്തുക്കളെല്ലാം എൻ്റെ കുടുംബത്തിലേക്കല്ല ഞാൻ കൊടുക്കുന്നത്, നാട്ടുകാർക്ക് വേണ്ടി, പൊതുജനങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകുകയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ കുറിപ്പ് എന്ന് പറഞ്ഞ് ഒരു പേപ്പർ, ഒരു കഷ്ണം കടലാസ് എടുത്ത് കാണിക്കുകയാണ്. അത് എന്തായിരുന്നു അവിടെ നമ്മുടെ അറിയാം, ആണെങ്കിലും അത് അദ്ദേഹത്തിന്റെ മരണക്കുറിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. ഈ പ്രസംഗമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ, എന്നിട്ടും അദ്ദേഹത്തെ ക്രൂരന്മാരായ ചില ആളുകൾ നിർദ്ദയം വധിച്ചു എന്നൊക്കെ പറഞ്ഞ് വികാര തീവ്രമായി ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന ജനങ്ങൾ മുഴുവൻ ടോൺ മാറ്റി. അവരിപ്പോൾ പറയുന്നത് എന്താണെന്നറിയാമോ? ജൂലിയസ് സീസർ അമരനാണ്, ജൂലിയസ് സീസറിന് മരണമില്ല, ബ്രൂട്ടസ് മുർദാബാദ്, ബ്രൂട്ടസിനെ ഞങ്ങൾക്ക് വേണ്ട. നോക്കണേ, ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ടുണ്ടായ വ്യതിയാനമാണിത്. ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിയുന്നതിന്റെ ഒരു ഒന്നാന്തര ഉദാഹരണമാണ്. അപ്പൊ ഒരാൾ പറയുന്നതിന്റെ ഘടകവിരുദ്ധമായിട്ട് മറ്റൊരാൾക്ക് പറയാൻ സാധിക്കും. ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ. അതാണ് ഉജ്ജ്വലമായ പ്രഭാഷണത്തിന്റെ ഒരു വിജയ രഹസ്യം. അതിൽ നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് കിട്ടുന്നത് ജൂലിയസ് സീസറിന്റെ ഈ ഷേക്സ്പിയറുടെ ഈ മനോഹരമായ നാടകമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാശയം നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാമെങ്കിലും പോസിറ്റീവ് ആയിരിക്കണം. അത് നിഷേധാത്മകമായ സമീപനമായിരിക്കട്ടെ. മനോഹരമായ രീതിയിൽ കാര്യങ്ങൾ പറയാം. ചിലപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ ശബ്ദം ഉയർത്തി ടോൺ വേരിയേഷനൊക്കെ നമ്മൾ സൂക്ഷിക്കണം, വോയിസ് കൺട്രോൾ സൂക്ഷിക്കണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വെറുതെ നിന്നങ്ങോട്ട് പുസ്തകം വായിക്കുന്ന പോലെ പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല. ചില പ്രഭാഷണങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മലയാളത്തിലെ ഏറ്റവും നല്ല എഴുത്തുകാരനായ ഒരു സാഹിത്യകാരനായ ശ്രീ സുകുമാരൻ പൊറ്റക്കാടിൻ്റെ ഒരു പ്രഭാഷണം, ഒന്നിലേറെ പ്രഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട്. ആധികാരികമായുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടിട്ടുണ്ട്. സാധാരണ അദ്ദേഹത്തിൻ്റെ സംഭാഷണം എല്ലാം വളരെ പതിഞ്ഞ ടോണിലായിരിക്കും, ഒരു പതിഞ്ഞ താളത്തിൽ, ശബ്ദം കുറച്ച് ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് വരെ കഷ്ടി അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം മാലപ്പടക്കത്തിന് തീ പിടിച്ച പോലെയാണ്. മനോഹരമായ ആശയങ്ങൾ, സുന്ദരമായ ആശയങ്ങൾ, തലയൊക്കെ ചെറുതായി ഒന്ന് കുലുക്കിക്കൊണ്ട് അതിൽ കഴിഞ്ഞ അങ്കിയ വിക്ഷേപമൊന്നും അദ്ദേഹത്തിന് ഇല്ല. അതൊക്കെ ആവശ്യത്തിന് മാത്രം. അങ്ങനെ പറഞ്ഞ് നമ്മെ മുഴുവൻ അദ്ദേഹം എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയും. അതാണ് ആശയ സംക്രമണ വൈദുഷ്യം എന്ന് പറയുന്നത്, ആശയ സംക്രമണ വൈദഗ്ധ്യം എന്ന് പറയുന്നത്, ആശയ സംക്രമണ ദക്ഷത എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലേക്ക് അദ്ദേഹത്തിന് പറയാനുള്ള ആശയങ്ങൾ പങ്കിട്ട് തന്നു കഴിഞ്ഞു. ആ രീതിയിലേക്ക് സംസാരിക്കാൻ നമ്മൾ പലരും ഇനിയും പരിചയപ്പെട്ടില്ല. നമുക്ക് കടന്നു വരണം. ആശയങ്ങൾ, ഉദാഹരണത്തിന് മുലമ്പത്തിന്റെ കാര്യം പറഞ്ഞു. അവിടെ ജനങ്ങളുടെ വികാരങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് അവിടെ പോയി സംസാരിച്ച ആളാണ് സിസ്റ്റർ തെരേസ ആലഞ്ചേരി. അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന വേദന, അവരുടെ നൊമ്പരൻ. അതുപോലെ തന്നെ ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് വേറൊരു കാര്യം പറയാം. മണിപ്പൂരിലൊക്കെ നടക്കുന്ന അതിഭീകരമായ ആക്രമണത്തിൽ അവരോട് നമ്മൾ അനുഭവം രേഖപ്പെടുത്തുകയും അവരോട് നമ്മുടെ പങ്കാളിത്തം, സഹകരണം എല്ലാം വാഗ്ദാനം ചെയ്യുകയെല്ലാം ചെയ്താലും എന്താണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക്, നമ്മുടെ നാട്ടിലെ ആളുകളിലേക്ക് അത് സംക്രമിപ്പിക്കാൻ പലപ്പോഴും നമുക്ക് വിജയകരമായി സാധിച്ചിട്ടില്ലെന്നാണ് എൻ്റെ പക്ഷം. കാരണം അവിടെ നടക്കുന്നത് വംശീയമായ കലാപമാണ്, 2 വിഭാഗക്കാർ നടക്കുന്ന സംഘർഷമാണ് എന്നുള്ള നിലയിലൊക്കെ ഭരണകർത്താക്കൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴും അവിടെ നടക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നം അവരുടെ വിശ്വാസങ്ങൾ സൂക്ഷിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. തങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ വിശ്വാസ സത്യങ്ങളെല്ലാം അവർക്ക് പ്രഘോഷിക്കാൻ അവസരമില്ല, അത് പ്രകടിപ്പിക്കാൻ അവർക്ക് അവസരമില്ല. അതനുസരിച്ച് ആ വിശ്വാസം ജീവിക്കാൻ അവർക്ക് അവസരം കിട്ടുന്നില്ല. അങ്ങനെയെല്ലാം വരുമ്പോൾ സ്വാഭാവികമായും അവരുടെ പ്രതിഷേധം അവർക്ക് പ്രകടിപ്പിക്കാവുന്ന വലിയ വിദ്യാഭ്യാസമുള്ളവരൊന്നും അല്ല അവരെ. നമുക്കറിയാം, ഈ മണിപ്പൂർ, ആസാം മുതലായ പ്രദേശങ്ങളിൽ സാമാന്യമായി വിദ്യാഭ്യാസം നൽകിയത് സലേഷ്യൻ സഭാംഗങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. അവര് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഒരു 50-60 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സലേഷ്യൻ സഭാംഗങ്ങൾ അവിടെ ചെല്ലുകയും അവരെ മനുഷ്യരായി ജീവിക്കാനുള്ള അവസ്ഥയിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്തു. അക്ഷരാഭ്യാസം നൽകി, വിദ്യ നൽകി. ഈ നോർത്തിലൊക്കെ സംഭവിക്കുന്ന ഇതാണ്. ജനങ്ങളെ അവരുടെ അവകാശങ്ങളെ കുറിച്ച്, മാനുഷികമായ ഒരു പൗരൻ എന്ന നിലയിൽ അവർക്കുള്ള അവകാശങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ നമ്മുടെ മിഷണന്മാർ ശ്രമിക്കുമ്പോൾ അവിടുത്തെ ജന്മി മൂരാച്ചികൾക്ക്, വ്യവസായിമാർക്കൊക്കെ ചിലപ്പോൾ സഹിച്ചൊന്നും വരില്ല. അവരുടെ പരമ്പരാഗതമാരെ അനുഭവിച്ചിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ഒക്കെ ഉള്ള അങ്ങനെയുള്ള അവസ്ഥ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അവർക്ക് വിരളി പിടിക്കുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ കൊലയും കൊലപാതകവും മർദ്ദനവും എല്ലാം അഴിച്ചുവിടുകയാണ്. അങ്ങനെയുള്ള ആ ജനങ്ങളുടെ വികാരം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്.
ഇനി വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുകയും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയും ചെയ്തൊരു മഹതിയാണ് സാക്ഷാൽ നമ്മുടെ മദർ തെരേസ. അവർ ചെയ്യുന്ന സേവനം മനുഷ്യരെ മനുഷ്യരായി കണ്ടുകൊണ്ട്, മനുഷ്യർ ദൈവത്തെ കണ്ടുകൊണ്ട് സേവനം ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിന് പകരം വ്യാഖ്യാനങ്ങൾ പോകുന്നത് എങ്ങനെയാണ്? അവർക്ക് കൊടുത്ത ഭാരതരത്നം അവാർഡ് തിരിച്ചെടുക്കണം എന്നൊക്കെ വാദിക്കുന്നുണ്ട്. ആരാണ് അങ്ങനെ പറയുന്നതെന്നറിയാം? മദർ തെരേസയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ തള്ളിപ്പറഞ്ഞ് അതിൽ നിന്ന് മുതലെടുത്ത് അവരുടെ രീതിയിലേക്ക്, അവരുടെ ഇംഗിതമനുസരിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളുകളുടെ സംഘടിതമായ ആസൂത്രിതമായ നീച വികാരങ്ങളുടെ പ്രതിഫലനമാണത്. അപ്പൊ അതിനൊക്കെ ശക്തമായി പ്രതിരോധിക്കാൻ വാക്സാമർഥ്യമുള്ള ചിന്താശീലരായ നമുക്കൊക്കെ കഴിയണം. എന്തുകൊണ്ടാണ് അവർ ആദരണീയരായത്? എന്തുകൊണ്ടാണ് അവർ വിശുദ്ധ പദങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടത്? ഇതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. മനുഷ്യരെ സ്നേഹിക്കുക എന്നുള്ളത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. അത് സ്വാർത്ഥത്തിൽ നിന്ന് ജനിക്കുന്ന ഒന്നല്ല. ഒരു ഭൂതദയ എന്ന് പറയുന്നത്, മനുഷ്യ മഹത്വത്തോടുള്ള ആദരം എന്ന് പറയുന്നത്, അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന വികാരമാണ്. അതൊക്കെ പ്രകടിപ്പിക്കാൻ അവസരം കിട്ടാതെ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഭാഷയൊക്കെ രൂക്ഷമായി പോകണം. അല്ലാതെ എങ്ങനെ പറ്റുക? അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളവരുടെ ത്യാഗത്തെ മാനിക്കുന്ന ഒരവസ്ഥ, അതൊക്കെ നമ്മൾ കൊണ്ടുവരണം. രാഷ്ട്രത്തിന് വേണ്ടി സേവനം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള ഗാന്ധിജിയെ തള്ളി പറയുന്ന ആളുകൾ, ഉദാഹരണങ്ങൾ പറയാനായിട്ട് അത് ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ് ഞാൻ. അവരെ പലപ്പോഴും ഗാന്ധിജി ചെയ്ത സേവനം മനസ്സിലാക്കുന്നില്ല. ഗാന്ധിജിക്ക് വേണമെങ്കിൽ ദക്ഷിണാഫ്രിക്കയിൽ പണിയെടുത്ത് വക്കീലെന്ന നിലയിൽ പേരെടുത്ത് ഇഷ്ടം പോലെ പണം സമ്പാദിക്കാമായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇവിടെ പട്ടിണിക്കാരായി കഴിയുന്ന, അർത്ഥനഗ്നരായി കഴിയുന്ന, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ജനങ്ങളെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു ദിവസം കപ്പൽ കയറുകയാണ്. അന്ന് ബോംബെയിൽ വന്ന് ഇറങ്ങുകയാണ്. ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് കാര്യമായ സ്വീകരണമൊന്നും കിട്ടിയില്ല. അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരം നടത്തേണ്ടി വന്നത് ബ്രിട്ടീഷുകാരോടല്ല, ഇന്ത്യക്കാരോടാണ്. എന്തിനാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം? എന്താണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? ഇവിടെ പട്ടിണിയുണ്ട്, ദാരിദ്ര്യമുണ്ട്, ക്ലേശങ്ങളുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് റോഡുകൾ വന്നില്ലേ, ട്രെയിൻ വന്നില്ലേ, ടെലിഫോൺ വന്നില്ലേ, ഇതൊക്കെ ഇങ്ങനെ പല പല സൗകര്യങ്ങൾ ഞങ്ങൾക്ക് തന്നില്ലേ? പിന്നെ എന്തിനാണ് ഈ സ്വാതന്ത്ര്യം? എന്താണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? ജീവിക്കാൻ കഴിഞ്ഞാൽ പോരെ? അതല്ല, അതൊരു മനസ്സിന്റെ അവസ്ഥയാണ്. മനസ്സിന്റെ ഒരു ഉച്ചസ്ഥായിയായ ഭാവമാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നപ്പോൾ പറയുന്നത് ശരിയാണ്. ഗാന്ധിജി സ്വാതന്ത്ര്യം സമരത്തിന് വേണ്ടി പോരാടിയത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാരോടാണ്. സ്വാതന്ത്ര്യം ആവശ്യമില്ല എന്ന് വിചാരിച്ചിരുന്ന ആളുകളോട് സ്വാതന്ത്ര്യത്തിന്റെ മഹിമാതിരേഖത്തെക്കുറിച്ച് പറഞ്ഞവരെ ബോധ്യപ്പെടുത്തി ആ അവസ്ഥയിലേക്ക് ഉന്നയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ അദ്ദേഹം നടത്തി. ഞാൻ പറഞ്ഞു വരുന്നത്, ഭാഷയിലൂടെ തന്റെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞത് കൊണ്ടാണ് ആ വികാരം, ഈ രാജ്യസ്നേഹം എന്ന വികാരം ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അതുപോലുള്ള ഒരു പ്രഭാഷണ ചാതുരി ഉള്ളവരായി നമ്മളെല്ലാവരും മാറണം. നമുക്ക് നമ്മുടേതായ കുറെ ആശയങ്ങളുണ്ട്, ഉദാത്തമായ സങ്കല്പങ്ങളുണ്ട്. നമ്മുടെ മതത്തെക്കുറിച്ച് പറയുമ്പോൾ അഭിമാനത്തോടെ നമ്മൾ ചിന്തിക്കേണ്ടത് മനുഷ്യ സ്നേഹത്തിന്റെ നിദർശനമാണ് നമ്മുടെ ഈ മതദർശനം എന്ന് പറയുന്നത്. കത്തോലിക്ക സഭയുടെ മതദർശനം എന്ന് പറയുന്നത്, ഞാൻ ആരെയും പരിമിതപ്പെടുത്തിക്കൊണ്ട് പറയുന്നതല്ല, എല്ലാ മതത്തിലും ഉണ്ടായിരിക്കും നന്മ പോട്ടെ. എങ്കിലും ഈ കത്തോലിക്ക സഭയുടെ നന്മ ജനങ്ങളിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കത്തക്ക രീതിയിൽ ഒരു തലമുറ ഇവിടെ ഇപ്പൊ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആശയങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് ഭാഷ വേണം, അത് പ്രയോഗിക്കാനുള്ള ചാരുത വേണം, അത് പ്രകടിപ്പിക്കാനുള്ള ഒരു വൈഭവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയൊക്കെ നമുക്ക് ഉജ്ജ്വല വാഗ്മികളായി ജനങ്ങളെ ഉന്നതിയിലേക്ക്, ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ഉപാദാന സാമഗ്രികളായി നമ്മുടെ ഈ പ്രഭാഷണം, നമ്മുടെ വാക്കുകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സൂചിപ്പിച്ചതുപോലെ കുറെ വായന വേണം, നല്ല വായന വേണം. പക്ഷെ ആ വായന മുഴുവൻ നമ്മെ സ്വാധീനിച്ചു കളയാനും അനുവദിക്കരുത്. നമ്മുടെ ചിന്തയെ തീപിടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഘടകമായി മാത്രം, ഒരു ജ്വലിത ഘടകമായി മാത്രമല്ലാതെ വായനയെ നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ അവിടെ വായിച്ചു, ഇവിടെ വായിച്ചു, അത് അങ്ങനെ തന്നെ ഛർദ്ദിച്ചു വെച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് കാര്യമില്ല. അതെല്ലാം നമ്മെ നേരായ വഴിയിലൂടെ ചിന്തിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ചിന്തകൾക്ക് തീ പിടിപ്പിക്കാൻ അത് ഉപകരിക്കണം. അങ്ങനെയുള്ള വായനയെ നമുക്ക് ആവശ്യമുള്ളൂ. നല്ല വായന എന്ന് പറയുന്നത്, വായന എന്ന് പലപ്പോഴും ശരിക്കും പറഞ്ഞാൽ അർത്ഥം വ്യാപ്തി കുറവാണ്. പാരായണം എന്നൊരു വാക്കുണ്ട്. പാരായണം, പാരം എന്നാൽ മറുകര, അയനം യാത്ര, പാരായണം മറുകരയിലേക്കുള്ള യാത്ര. നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം
എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു തീർത്ഥയാത്രയാവണം അത്. പാരായണം, മറുകര കണ്ടെത്താനുള്ള ശ്രമമാണ് നമ്മുടെ വായനകൾ. അല്ലാതെ വെറുതെ വായിച്ച് മറന്നു പോകാനുള്ളതല്ല. കഥയും നോവലും ഒക്കെ വായിക്കുമ്പോൾ അതിന്റെ പദപ്രയോഗങ്ങളും അതും ഇതൊക്കെ മാത്രം നമ്മൾ ആകർഷിച്ചിട്ട് കാര്യമില്ല. അതിന്റെ ആശയം നമ്മെ സ്വാധീനിക്കാൻ അതിനൊക്കെ ശ്രമിക്കണം. അങ്ങനെ നല്ല വായന, നല്ല പ്രഭാഷണങ്ങൾ കേൾക്കണം, നല്ല വായന വേണം, ആനുകാലികമായ എല്ലാ സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് ജ്ഞാനം വേണം. അങ്ങനെ എല്ലാ തരത്തിലും ഉയർന്നു വന്നാൽ മാത്രമേ നമുക്ക് ഉജ്ജ്വല വാഗ്മികളായി ശോഭിക്കാൻ സാധിക്കൂ. വാഗ്മിത എന്ന് പറഞ്ഞാൽ സാരം ച മിതം ച സാരം ച വജോഹി വാഗ്മിത. മിതവും സാരഗർഭവുമായ വാക്കുകളാണ് വാഗ്മിത എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ പ്രഭാഷകന് വേണ്ട ഗുണം. അയാൾ വാചാലനായിരിക്കരുത്. വാചാലത എന്ന് പറഞ്ഞാൽ വാചാലോ ബഹു ഗർഹ്യവാക്ക്, വളരെ നിന്ദ്യമായ രീതിയിൽ സംസാരിക്കുന്നയാളാണ് വാചാലൻ. അപ്പൊ വാചാലത അല്ല വേണ്ടത്, വാഗ്മിതയാണ് വേണ്ടത്. അത് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതാണ്. അത്യാവശ്യം കാര്യങ്ങളെല്ലാം വായിച്ചും കേട്ടും മനസ്സിലാക്കിയും ചിന്തിച്ചും നമ്മൾ വലിയ വലിയ അവസ്ഥയിലേക്ക് ഉയരുമ്പോൾ നമ്മെ കേൾക്കുന്നവരും ഉയരുകയാണ് എന്ന ചിന്ത നമുക്ക് വേണം. അങ്ങനെ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ച്, ഇവിടെ സിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോട് പ്രചോദനത്തിൽ നമുക്ക് സംസാരിക്കാനും ചിന്തിക്കാനും ജനങ്ങളെ ആ രീതിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ സാധിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ധർമ്മം നിർവഹിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കട്ടെ. ഇതിന്റെ സംഘടകരായ ആദപ്പള്ളിയെയും ഇതിന്റെ മോഡറേറ്റർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തിയെയും എല്ലാവരെയും ഇതിൽ പങ്കെടുക്കുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 100 പേരോളം ഇതിനകത്ത് പങ്കെടുത്തിരുന്നു. ഇപ്പൊ 15 പേരേ ഉള്ളൂ. കാരണം കുറെ സമയം നീണ്ടുപോയായിരിക്കാം. എന്തുമായിക്കോട്ടെ, ഏതാണെങ്കിലും ശരി, ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നവർക്ക് അഭിനന്ദനങ്ങൾ, മംഗളങ്ങൾ, ശാന്തി, സമാധാനം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സ്വന്തം വഴികളും സ്വപ്നങ്ങളും എല്ലാവരുടെയും ജന്മാവകാശമാണ് എന്ന് അനേകം പ്രഭാഷണങ്ങളിലൂടെ, എഴുതിയ എണ്ണമറ്റ ഗ്രന്ഥങ്ങളിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച സാറിന്റെ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. നന്ദി സർ. ഇവിടെ വന്ന് ഞങ്ങളെ പ്രചോദിപ്പിക്കുന്ന വിജ്ഞാനത്തിന്റെ വാക്കുകൾക്ക് സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഷെവലിയർ ഡോക്ടർ പ്രിമൂസ് പെരിഞ്ചേരി സാർ അങ്ങയോട് നന്ദി പറയുന്നു. കൊളോസിയർ 3:15 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരരായിരിക്കുവിൻ. ദൈവം നൽകുന്ന കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും എന്നും നന്ദിയുള്ള മനസ്സോടെ ജീവിക്കാൻ ഈ വചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഇടയിലും ദൈവത്തിന്റെ സമാധാനം ഹൃദയത്തിൽ സൂക്ഷിച്ച് നന്ദി പറയുന്ന ക്രൈസ്തവ മനോഭാവം നമ്മുടെ വിശ്വാസ പാരമ്പര്യത്തിന്റെ പ്രധാന സവിശേഷതയാണ്. ഇന്നത്തെ ഈ ക്ലാസ് നിറമേഴും അഴകായി അർത്ഥവത്തായി നിലനിർത്തിയ എല്ലാവർക്കും നന്ദിയുടെ വാക്കുകൾ അറിയിക്കുക എന്നത് ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവുമാണ്. ഈ ഉത്തരവാദിത്തം സ്വമേധയാ ഏറ്റെടുത്ത് മുന്നോട്ട് വന്ന ശ്രീ സെബാസ്റ്റ്യൻ സാറിനെ നന്ദി അറിയിക്കാൻ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആശയവിനിമയം നടത്തുവാൻ ഒരു ഭാഷ നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ശക്തി. ഇന്നത്തെ സെഷൻ 2-ലെ 4ാമത്തെ ക്ലാസ് നയിച്ച സിസ്റ്റർ തെരേസ ആലഞ്ചേരി, അനുബന്ധ ക്ലാസ് നയിച്ച എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ ഡോക്ടർ പ്രീമൂസ് പെരിഞ്ചേരി സർ, ഏറ്റവും ആദരണീയരായ വ്യക്തിത്വങ്ങളെ, ഒരു പ്രസംഗത്തില് ഭാഷയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി പ്രസംഗത്തില് ഭാഷ എപ്രകാരം ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചുള്ളതായിരുന്നു നമ്മളുടെ ക്ലാസ്. സിസ്റ്ററിന്റെ തെരേസ സിസ്റ്ററിന്റെ ഡിഗ്രിയും മറ്റും കണ്ടപ്പോൾ, അതിന്റെ നോട്ട് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വളരെ കട്ടിയായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് നമുക്ക് ബോറടിപ്പിക്കുന്ന ക്ലാസ്സുകളായിരിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയായിരുന്നു. പക്ഷെ സിസ്റ്ററിന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ സിമ്പിളായി നമ്മളെ ചിരിപ്പിച്ച് പാട്ടുപാടി എന്നാൽ പ്രധാന ആശയങ്ങളൊന്നും വിട്ടുപോകാതെ പ്രസംഗത്തിൽ ഭാഷയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്നും ഭാഷ ലഭിക്കുവാനായിട്ട് നമ്മളുടെ വായന അത്യാവശ്യമാണെന്നും, പരപ്പായിട്ടുള്ള വായന അത്യാവശ്യമാണെന്നും, ഒപ്പം തന്നെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഭാഷ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മുന്നിലിരിക്കുന്ന ആളുകൾ ഏത് കാറ്റഗറിയിലുള്ളവരായിരിക്കണമെന്നും സാഹചര്യം എന്താണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഭാഷ ഉപയോഗിക്കുവാനെന്നൊക്കെ
വളരെ ഒപ്പം അതിനേക്കാൾ ഉപരി നമ്മളുടെ പ്രസംഗത്തിൽ ദൈവചിന്ത ഉണ്ടായിരിക്കണം. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനെന്നുള്ള ഒരു ദൈവികമായ കാഴ്ചപ്പാടും നമ്മുടെ പ്രസംഗത്തിൽ നൽകിക്കൊണ്ട് വളരെ ഭംഗിയായിട്ട് ക്ലാസ് നടത്തിയ സിസ്റ്റർ തെരേസ ആലഞ്ചേരിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഒപ്പം തന്നെ അതിന്റെ അനുബന്ധ ക്ലാസ് ഡോക്ടർ പ്രീമോസ് പെരിഞ്ചേരിയാണ് നടത്തിയത്. നമുക്കറിയാം സാറിന്റെ കഴിവുകളും മറ്റും വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സമയമൊന്നും പോരാ. എങ്കിലും ഉള്ള സമയം വെച്ചുകൊണ്ട് ശരിക്കുള്ള ഒരു ശ്രോതാവിന്റെ മനസ്സിലേക്ക് ഭംഗിയായിട്ട് ആശയവിനിമയങ്ങൾ കടത്തിവിടുവാനായിട്ട് കഴിവുള്ള വ്യക്തിയാണ് ഒരു പ്രഭാഷകൻ. നല്ലൊരു പ്രഭാഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി വളരെ ഭംഗിയായിട്ട് ഈ നമ്മളുടെ ക്ലാസ്സിന് അനുബന്ധം നടത്തിയ അനുബന്ധ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ഡോക്ടർ പ്രീമോസ് പെരിഞ്ചേരി സാറിന് നിങ്ങൾ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ മാസ്റ്റർ ഓഫ് സെറമണി നന്നായിട്ട് തന്നെ പല ബൈബിൾ വചനങ്ങളും ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് ജേക്കബ് മാർട്ടിൻ സാർ നന്നായിട്ട് തന്നെ മാസ്റ്റർ ഓഫ് സെറമണി കടമ നിർവഹിച്ചു. അദ്ദേഹത്തിനും ഏറ്റവും സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. ഇന്നത്തെ വെൽക്കം സ്പീച്ച് നമ്മളെ ഈ ക്ലാസ്സിന് സ്പീച്ച് നടത്തിയത് മീന ജോഷിയാണ്. മീന ജോഷിക്കും നിങ്ങൾ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ പ്രാർത്ഥനകൾ നയിച്ച മേരി ജാസ്മിൻ, ഷീജ തങ്കു എന്നിവരെയും സ്നേഹത്തോടുകൂടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ഏറെ പ്രത്യേകിച്ച് ഈ KRLCC-BC-യുടെ ഡയറക്ടർ സാർ ജൂലിയൻ സാറും അതുപോലെ തന്നെ ജെയ്സൺ സാറും ഒക്കെ വളരെ കഷ്ടപ്പെട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നു. അവർക്കും നമ്മൾക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അവർ നമ്മളെ നന്ദി അറിയിക്കുന്നു. അവർക്കും നിങ്ങൾ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് എല്ലാ ഒരുക്കങ്ങളും ചെയ്തത് ഗ്രൂപ്പ് 7, 8 ഗ്രൂപ്പുകളാണ്. അതിനകത്തെ കോർഡിനേറ്റേഴ്സിന് എല്ലാവർക്കും നിങ്ങൾ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അവസാനമായിട്ട് പ്രിയ മെമ്പേഴ്സ്, നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനാണ് ഈ ക്ലാസ്സുകളിലെ എല്ലാത്തിൻ്റെയും വിജയം. എല്ലാവരും നന്നായിട്ട് തന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. ഈ ക്ലാസ്സുകൾ നന്നായിട്ട് നമ്മളുടെ ഇനിയുള്ള പ്രസംഗങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കും ഇന്ന് ഞാൻ നന്ദി അർപ്പിക്കേണ്ട എല്ലാവർക്കും, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി ശ്രീ സെബാസ്റ്റ്യൻ സർ, അങ്ങയുടെ കൃതജ്ഞതാ നിർഭരവും മനോഹരവുമായ നന്ദി വാക്കുകൾക്ക്. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കേൾക്കും എന്നും എന്റെ വചനം നിങ്ങളുടെ കാലുകൾക്ക് ദീപവും വഴിക്ക് പ്രകാശവുമാണ് എന്നും ദൈവവചനം നമുക്ക് ഉറപ്പു നൽകുന്നു. ഈ വേദിയിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും സാന്നിധ്യം ഈ ക്ലാസ്സിനെ അനുഗ്രഹീതമാക്കി. നിങ്ങളുടെ സജീവ പങ്കാളിത്തമാണ് ഈ ക്ലാസ്സിനെ ഒരു മഹാവിജയമാക്കി മാറ്റിയത്. ഇന്നത്തെ ക്ലാസിന്റെ സമാപനത്തിലേക്ക് കടക്കുന്നു. സമാപന പ്രാർത്ഥനയ്ക്കായി ശ്രീമതി ഷീജയെ ക്ഷണിക്കുന്നു. സുഭാഷിതങ്ങൾ 2-ാം അധ്യായം 2 മുതൽ 4 വരെ. നീ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും അറിവിന്റെ നേരെ നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യുക. പൊരുൾ അറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക, അറിവിന് വേണ്ടി വിളിച്ചപേക്ഷിക്കുക. നീ അതിനെ വെള്ളി എന്ന പോലെ നേടുകയും നിഗൂഢ നിധി എന്നതുപോലെ അന്വേഷിക്കുകയും ചെയ്യുക. കാരുണ്യവാനായ ദൈവമേ, ദ ആർട്ട് ഓഫ് എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് എന്ന സെഷനിലൂടെ ഒത്തുചേരുവാൻ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്നത്തെ സെഷനിലൂടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹമായ പ്രസംഗ പരിശീലനം, നേതൃത്വ നിരയും എങ്ങനെയായിരിക്കണമെന്ന് അറിവ് ലഭിക്കുവാനുമായി ഞങ്ങൾ പരതി നടന്ന വേളയിൽ KRLCBCയുടെ അണിയത്ത് പ്രവർത്തിക്കുന്ന നന്മരങ്ങളായ പ്രഗത്ഭരിലൂടെ ഞങ്ങളെ അങ്ങ് തിരഞ്ഞെടുത്തു. ഞങ്ങൾക്ക് കൂടുതൽ അറിവ് പകരുവാനായി ഇന്നത്തെ സെഷൻ നയിച്ച ഡോക്ടർ സിസ്റ്റർ തെരേസയെയും പ്രിമോസ് സാറിനെയും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ ഓരോ പ്രവർത്തന മേഖലകളിലും ഈശോയെ അങ്ങയുടെ കരസ്പർശം കൂടുതലായി അവർക്ക് അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഞങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ചീഫ് കോർഡിനേറ്റേഴ്സിനെയും കോർഡിനേറ്റേഴ്സ്, ആനിമേറ്റേഴ്സ്, ജൂലിയൻ സാർ, പ്രത്യേകിച്ച് ജൂലിയൻ സാർ, ജേക്കബ് മാർട്ടിൻ സാർ,
മറ്റു നിരയിൽ നിൽക്കുന്ന ഞങ്ങളോടത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇവരുടെ എല്ലാം പ്രവർത്തന മേഖലയിൽ ഈശോയുടെ കരസ്പർശം ഉണ്ടാകുമാറാകട്ടെ എന്ന് ഞങ്ങൾ അതിയായി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രസംഗകലയെക്കുറിച്ചും ഭാഷയുടെ സൗന്ദര്യത്തെക്കുറിച്ചും പുതിയ അറിവുകൾ പകർന്നു തന്ന എല്ലാവരെയും അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ആത്മവിശ്വാസത്തോടെ മറ്റുള്ളവരോട് സംസാരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുവാൻ സഹായിച്ച ഗ്രൂപ്പ് 7-8 അതിലെ ഓരോ അംഗങ്ങളെയും ഇന്നിവിടെ ആവേശത്തോടെയും ഏറെ ആഗ്രഹത്തോടെയും എത്തിയിരിക്കുന്ന എല്ലാ അംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി ശ്രീമതി ഷീജ. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർത്തിയാവുകയാണ്. വലിയ ലക്ഷ്യങ്ങളോടെ യാത്ര തുടങ്ങിയാൽ പിന്നെ ചെറിയ കാര്യങ്ങളുടെ പിറകെ പായരുത്. ഈ യാത്രയിൽ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് നൈറ്റ്.